ശക്തി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. കണ്ണടച്ച് ഈ ഒരു പുതിയ പ്രഭാതം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചേ. ഇന്നത്തെ ഈ പ്രഭാതം കാണാൻ കഴിയാതെ ഈ ലോകം വിട്ടുപിരിഞ്ഞ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഈശോ നമ്മളെ ചേർത്ത് വെച്ചു. ഈശോ നമ്മളെ ചേർത്ത് വെച്ചു. ഈശോയുടെ സ്വന്തമായിട്ട് നമ്മളെ സ്വീകരിച്ചു. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമ്മളെ അനുവദിച്ചു. ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി. പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനും വിശുദ്ധ കുമ്പസാരം നടത്തി പാപങ്ങളിൽ നിന്ന് പൊറുതി നേടുന്നതിനുമുള്ള ഒരു ദിവസം സ്വർഗം നമുക്ക് നൽകി. നന്ദി പറയാം ഈശോയ്ക്ക്. എത്ര വലിയ സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത്. ഈശോയുടെ അതിരറ്റ കരുണ നമ്മളെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഒഴുകി വരിക. സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പുതിയ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കാം. ഇന്നലെ വരെയുള്ള ഞാനല്ല ഇന്ന് എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന പുതിയ സ്നേഹത്തിന്, എന്നോട് എൻ്റെ ദൈവം കാണിക്കുന്ന പുതിയ കരുണയ്ക്ക്, എന്നോട് എൻ്റെ ദൈവം കാണിക്കുന്ന പുതിയ അനുകമ്പയ്ക്ക് ദൈവമേ ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയും? ഞാനൊന്നുമല്ല ദൈവമേ, എന്നിൽ നീ വസിച്ചില്ലെങ്കിൽ ഞാനൊന്നുമല്ല. എന്നെ നീ നയിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയും എത്തില്ല. എന്നെ നീ ഭരിച്ചില്ലെങ്കിൽ പാപം എന്നെ ഏറ്റെടുക്കും. ഈശോയെ, പൂർണ്ണമായും ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് വിട്ടുതരികയാണ്. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആത്മശരീരങ്ങളെ അങ്ങേക്ക് വിട്ടുതരികയാണ്. കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ, കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കുന്ന ഈശോയെ, അവിടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങളെ അവിടെ നിന്ന് ബന്ധിച്ച് പുറത്താക്കണമേ. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അസ്വസ്ഥതയുടെ കെട്ടുകളെ അവിടെ നാട്ടിപ്പായിക്കണമേ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, കുടുംബങ്ങളെ വഴി നടത്തണമേ. ഈശോ, ഇതുവരെ ഞങ്ങൾ ചെയ്തു പോയ നിനക്കെതിരെ, നിൻ്റെ ഹൃദയത്തിനെതിരെ വന്നുപോയ എല്ലാ നിന്നാപമാനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നിനക്കെതിരെ ചെയ്തു പോയ പരിശുദ്ധ ബലിക്കെതിരെ ചെയ്തു പോയ പരിശുദ്ധ ബലിയെ എത്രയോ തവണ അയോഗ്യതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്ദിച്ചിട്ടുണ്ട്. ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഈശോയെ, ഞങ്ങൾ ചെയ്തു പോയ സാത്താൻ ഞങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്ന പാപാവസ്ഥകളെക്കുറിച്ചുള്ളൊരു ബോധ്യം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. സാത്താനെയും എൻ്റെ ആധിപത്യങ്ങളെയും തകർക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും നേടിയെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞു പോകുമ്പോഴും ഞങ്ങളുടെ ഇടത്തും വലത്തും മുന്നിലും പുറകിലും മുകളിലുമായി സ്വർഗത്തിൻ്റെ മാലാഖമാർ അണിനിരക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നീ സദാസമയം ദൈവത്തിനുമുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടല്ലോ. അമ്മയുടെ നീലാങ്കിക്കുള്ളിലും ഈശോയെ നിൻ്റെ തിരുക്കച്ചയ്ക്കുള്ളിലും വിശുദ്ധ ഔസേപ്പിതാവേ നിൻ്റെ നിർമ്മല മേലങ്കിക്കുള്ളിലും ഉണ്ണീശോയെ നിൻ്റെ പിള്ള കച്ചയ്ക്കുള്ളിലും ഞങ്ങളെ മറച്ചു പിടിക്കണമേ. ഓ വിശുദ്ധ മിഖായേലേ, നിൻ്റെ വിരിച്ച ചിറകിനുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഈ ആലയത്തിന് ചുറ്റും കൈകോർത്ത് പിടിച്ച് സംരക്ഷണ വേലി തീർക്കണമേ. സകല മാലാഖമാരെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. അസ്വസ്ഥതയുടെ സകല കെട്ടുകളെ അവിടുന്ന് അഴിക്കണമേ. സാധാരണ സകല ആധിപത്യങ്ങളെ അവിടുന്ന് അഴിക്കണമേ. തിന്മയുടെ എല്ലാ അരൂപികളെ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് പുറത്താക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇന്നേ ദിവസം ഞങ്ങളെ ഒരുക്കണമെന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് അമ്മയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഈശോയുടെ സ്നേഹം വീണ്ടും അനുഭവിക്കാൻ ഒരു ദിവസം ഈശോ നമുക്ക് നൽകി. ഈശോ നമ്മളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹത്താൽ നമ്മളെ പൊതിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പരിധിവരെ നമ്മുടെ സംരക്ഷണം നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതാണ് നമ്മൾക്ക് അവനിലുള്ള വിശ്വാസമെങ്കിൽ അത് ദൈവം നമ്മെ തന്നെ ഭരമേൽപ്പിച്ച കാര്യമാണ്. നമ്മുടെ സംരക്ഷണം നമ്മുടെ കരങ്ങളിൽ ഈശോ തന്നിട്ടുണ്ട്. ഈ സംരക്ഷണത്തിന് ചുറ്റും ഈ സംരക്ഷണം നിനക്ക് തരുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്രോതസ്സാണ് കൽപ്പനകൾ. കൽപ്പനകൾ പാലിക്കുന്നിടത്താണ് സംരക്ഷണം പൂർത്തിയാകുന്നുള്ളൂ. സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന അതല്ല സ്വർഗം തന്നിരിക്കുന്നത്. കൽപ്പനകളുടെ പൂർത്തീകരണം, കൽപ്പനകൾ അനുസരിക്കൽ, കൽപ്പനകൾ പാലിക്കൽ, ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള സംരക്ഷണ വേലി എന്ന് പറയുന്നത് അവൻ്റെ കയ്യിൽ തന്നെയാണ്. പുറമേ നിന്ന് ദൈവം അതിനു വേണ്ടി ഒരു സംരക്ഷണത്തെ നമുക്ക് തരുന്നില്ല. അപ്പോൾ നമ്മൾ കൽപ്പനകൾ പാലിക്കുമ്പോൾ സ്വർഗം നമുക്ക് അനുവദിക്കുന്ന ഒരു എന്താ പറയുക, എല്ലാ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ സാത്താന് നമ്മുടെ മേൽ ആക്രമിക്കാനുള്ള അവസരത്തെ നിഷേധിക്കപ്പെടുകയാണ്. അത് നമ്മൾക്ക് സംരക്ഷണമായിട്ട് അനുഭവപ്പെടുന്നുവെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതല്ലാതെ സംരക്ഷണം തീർക്കുന്ന ഒരവസ്ഥയല്ല നമ്മളെ സംബന്ധിച്ചുള്ളത്. നമ്മൾ പലപ്പോഴും 91 പോലുള്ള സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിചാരമുണ്ട്, ഇത് ചൊല്ലിയാൽ എല്ലാം ഓക്കെ ആയി എന്നാണ് നമ്മൾ കരുതുന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ. എത്ര സംരക്ഷണ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലിയാലും കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടോ, ഒരു സംരക്ഷണ പ്രാർത്ഥനയും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണ വേലിയും തീർക്കുന്നില്ല. കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപക്ഷെ, ആ വ്യക്തി ഒരുപക്ഷെ പ്രാർത്ഥനയിലല്ലായിരിക്കും, എന്നാൽ പാപം ചെയ്യുന്നില്ലെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എല്ലാ തിന്മകളിൽ നിന്ന്. പ്രാർത്ഥനയല്ല സംരക്ഷണം. യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആത്മാവിൻ്റെ വിഹിതമാണ്. അത് ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് ആത്മാവിന് തിരിച്ചെത്താനുള്ള ഒരു ഇന്ധനം മാത്രമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ കാവൽ മാലാഖയുടെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് കിട്ടുന്നതും നമ്മുടെ ആത്മശരീരത്തിനാണ്. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നൊരു തലമില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസ് അതിൻ്റെ 8-ാം അധ്യായം 31 മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു. ഈശോ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് 3 പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് സുവിശേഷങ്ങളിൽ. 3 പ്രവചനങ്ങളിൽ ആദ്യത്തേതാണ് മർക്കോസിൻ്റെ സുവിശേഷം 38-ാം അധ്യായത്തിൽ പറയുന്നത്. അതിന് തൊട്ട് മുമ്പാണ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ വായിക്കുന്നത്. അതിന് തൊട്ട് മുന്നെയാണ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കേസറിയ ഫിലിപ്പി പ്രദേശത്താണ്, വിജാതീയ പട്ടണത്തിലാണ് വിശുദ്ധ പത്രോസ് ആയിരിക്കെ അത്രയും വിജാതീയരുടെ നടുവിൽ വെച്ചിട്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്,
മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പ്രവാചകന്മാർ മറ്റ് ഒക്കെ 3 കാര്യങ്ങൾ അവർ പറയും. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? മത്തായി 16-ന്റെ 19 വാക്യങ്ങളിൽ 17, 18, 19 അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം അത്രത്തോളം വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് വിശുദ്ധ പത്രോസ് കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോഴാണ് ഈശോ അവനൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. മാംസരക്തങ്ങളല്ല, അതായത് ശരീരമല്ല, ബുദ്ധിയല്ല, എൻ്റെ സ്വർഗസ്നായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നിനക്കത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ അപ്പനാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇത്രയും ഓഫർ കർത്താവ് പത്രോസിന് കൊടുക്കാൻ കാരണം, അവിടെ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു തലമാണ്. എന്നാൽ ഈശോ തന്നെ പറയുന്നുണ്ട്, നീയല്ല ഇത് പറഞ്ഞത്, എൻ്റെ അപ്പനാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അവിടെ പത്രോസ് ഒന്നുമല്ല എന്ന് ഈശോ ആക്കി തീർക്കുന്നുണ്ട്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി, അതുകൊണ്ട് തന്നെ പത്രോസിനെ ഈശോ വിളിച്ചത് യോനായുടെ പുത്രനായ ശിമയോനെ എന്നാണ് വിളിക്കുന്നത്. പത്രോസെ എന്ന് വിളിക്കുന്നില്ല, യോനായുടെ പുത്രനായ ശിമയോൻ. അപ്പൻ്റെ പേര് ചേർത്ത് വിളിച്ചിട്ടാണ് പറയണത്, നീ പാറയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഇതെല്ലാം ഈശോ പറയുന്നതിന് തൊട്ട് മുമ്പ് ഈശോ പത്രോസ് അഹങ്കരിക്കാതിരിക്കാൻ എന്നോണം പറയുന്നുണ്ട്, ഇത് വെളിപ്പെടുത്തിയത് എൻ്റെ അപ്പനാണ്, ഇത് വെളിപ്പെടുത്തിയത് എൻ്റെ അപ്പനാണ്. നിനക്കിത് വെളിപ്പെട്ട് നീ നിൻ്റെ കഴിവിൽ പറയുന്നതല്ല, എൻ്റെ അപ്പനാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങളെ ഇതുവരെ നിന്നിലുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, മാംസരക്തം എന്ന് പറയുന്ന എൻ്റെ ബുദ്ധിയുടെ തലമേ എന്നിലുള്ളൂ, അതല്ല ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. അപ്പോൾ ഇതാണ് ഈശോ പത്രോസിന് കൊടുത്തൊരു ഓഫർ. ഈ ഓഫറിന് ശേഷം ഇങ്ങോട്ട് താഴേക്കാണ് കർത്താവ് പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ഫസ്റ്റ് പ്രവചനം ഈശോ ശിഷ്യന്മാരെ അറിയിക്കുന്നത്. മനുഷ്യപുത്രൻ കടന്നു പോകേണ്ട വഴികളെക്കുറിച്ച് ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പ്രവചനം കേൾക്കുമ്പോൾ യേശുവിനെ ഇത്രത്തോളം പുകഴ്ത്തിയ കർത്താവ് ഇങ്ങനെയാണ് എന്നൊരു ഏറ്റുപറച്ചിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധ പത്രോസ് ഈ യേശുവിനെ തന്നെ തള്ളിപ്പറയുന്നുണ്ട്. ഒരിക്കലും ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന, അതാണ് യഥാർത്ഥത്തിൽ പത്രോസ്. വിശ്വാസ പ്രഖ്യാപനം പത്രോസിൽ നിന്നല്ല, യേശുവിൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നാണ് പത്രോസ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനെ ഏറ്റുപറയുന്ന നമ്മളിൽ പാപത്തിൻ്റെ തലം ഉണ്ട്. കർത്താവിനെ ഏറ്റുപറയുന്ന നമ്മളിൽ സഹനങ്ങൾക്കെതിരായിട്ടുള്ള അരൂപി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഈ അർത്ഥം. അപ്പോൾ വിശുദ്ധ പത്രോസിന് കർത്താവായ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ പത്രോസിന് ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഏതെങ്കിലും മനുഷ്യരോ പ്രവാചകരോ അല്ല, അത് സാക്ഷ്യപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ ഈ സാക്ഷ്യം ഏറ്റുപറച്ചിൽ സഭയിൽ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ, ഔദ്യോഗികമായിട്ട് നമ്മളത് എടുത്താൽ സ്വർഗരാജ്യം, സഭയുടെ ഒരു തലത്തെക്കുറിച്ച്, എന്താണ് സഭ എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുന്നതാണ്. ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും. ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കളിമണ്ണെന്നാണ്. അതിൽ നിന്നാണ് പത്രോസ് എന്ന് പറയുന്ന പാറ ഫോം ചെയ്യുന്നത്. ശിമയോനിൽ നിന്ന് പത്രോസിലേക്ക്. ശിമയോൻ കളിമണ്ണാണെങ്കിൽ കളിമണ്ണിനെ പാറയാക്കി മാറ്റിക്കൊണ്ടാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. അപ്പോൾ ഈ സഭയിൽ നിലകൊള്ളുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് സഭയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെല്ലാം ഏതെല്ലാം ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയാലും ചില അവസരങ്ങളിലെല്ലാം നമ്മൾ പറയില്ലേ, ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, കുറച്ചും കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ എന്ന് നമ്മൾ പറയുന്ന തലത്തിലെല്ലാം ഒരു പരിധിവരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സഭയുടെ സംരക്ഷണ വേലി കത്തോലിക്കരെ സംബന്ധിച്ചുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്തത് നമ്മുടെ കുറവാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയാണ്, മൗതിക ശരീരമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയിൽ നമ്മൾ അംഗമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയല്ല. വിശുദ്ധ പത്രോസിനോട് പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിന് വിധേയപ്പെട്ട് നമ്മൾ സഭയിലേക്ക് പ്രവേശിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ച് ഈ സഭയിൽ നിലനിൽക്കുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ, നമ്മുടെ മക്കളിൽ, കുടുംബങ്ങളിൽ വിജാതീയ
ആരാധനകൾ, വിശ്വാസങ്ങൾ ഫോം ചെയ്തു വരുമ്പോൾ ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് സഭയ്ക്ക് ഉള്ളിൽ നമുക്ക് കിട്ടുന്ന സംരക്ഷണത്തെ തകർക്കാൻ സാത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന അരൂപിയുടെ പ്രവർത്തനങ്ങളാണ്. സഭയ്ക്കുള്ളിൽ നിലനിൽക്കാൻ നമുക്ക് കിട്ടുന്ന, സഭയ്ക്കുള്ളിൽ നിലനിൽക്കേണ്ട, സഭയ്ക്കുള്ളിൽ നിന്ന് കിട്ടേണ്ട പ്രൊട്ടക്ഷനെതിരെ സാത്താൻ വെച്ചിരിക്കുന്ന ഒരു ചെക്കാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം പ്രമാണ ലംഘനം. ഈ ഒന്നാം പ്രമാണ ലംഘനം, 1, 2, 3 കൽപ്പനകളുടെ ലംഘനം, ഇത് മൂന്നും നമ്മൾ ലംഘിക്കുന്നിടത്ത് സാത്താൻ ഏത് തരത്തിൽ നമ്മുടെ മേൽ പ്രവർത്തിക്കാം. കാരണം സ്വർഗത്തിന് എതിരായി സഭയുടെ ചട്ടക്കൂടിൽ നിന്ന് ഞാൻ പുറത്തു വന്നു, വീണ്ടും പരിശുദ്ധാത്മാവിനും എതിരാക്കി ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. ഈ 3 തലം എന്നെ വിട്ട് കഴിഞ്ഞാൽ സാത്താന് പിന്നെ നിങ്ങളെ ഏത് രീതിയിലും ഉപയോഗിക്കാം. നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് അവന് സറണ്ടർ ചെയ്യാണ്. ഒന്നാം പ്രമാണ ലംഘനം അത് ഒരു തെറ്റായ സ്നേഹബന്ധം വിജാതീയ പയ്യനുമായി സ്ത്രീയുമായി വന്നാലും മതി, അത് പ്രമാണ ലംഘനങ്ങൾ തന്നെയാണ്. കാരണം ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൾ അല്ലെങ്കിൽ അവനുമായിട്ട് ചേരുമ്പോൾ, ഈ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അവരതുവരെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവരുടെ വിഗ്രഹങ്ങളുടെ സകല അരൂപികളെയും ഒപ്പിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുമ്പോൾ നേരിട്ട് ഞാൻ ചെന്ന് ഒരു വിഗ്രഹത്തെ ആരാധിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല, ഇങ്ങനെയും അതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഭവനങ്ങളിൽ ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അവർ ഇൻ്റർകാസ്റ്റ് മാരേജ് മറ്റ് സഭകളിൽ മറ്റ് വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നവരിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പാപമാണ്. ഈ പാപം നമ്മളിത് വിവാഹം കഴിയുമ്പോൾ നമ്മൾ പറയും മാമോദിസ മുക്കി കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചിട്ടാണ് കെട്ടിയതെന്ന് പറയും. ഇല്ല പ്രിയപ്പെട്ടവർ, അത് കെട്ടുന്നത് ആ വ്യക്തിയെ കൂടെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. വിശ്വാസം സ്വീകരിച്ചിട്ടൊന്നുമില്ല, മാമോദിസയെ സ്വീകരിച്ചിട്ടുള്ളൂ. മാമോദിസ സ്വീകരിച്ചവരെല്ലാം വിശ്വാസികളാണെന്ന് പറയരുത്, തെറ്റാണ്. മാമോദിസ സ്വീകരിച്ചവർ ലക്കാണ്, അവരുടെ കത്തോലിക്ക സഭയിലേക്ക് പ്രവേശിക്കപ്പെട്ടത് അവരുടെ ലക്കാണ്. പക്ഷേ മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് വന്നവർ മാമോദിസ സ്വീകരിച്ചാലും അവരൊരിക്കലും വിശ്വാസം സ്വീകരിക്കാതെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കില്ല. അവരവരുടെ വിശ്വാസമേ ഫോളോ ചെയ്യുള്ളൂ. ഇവനെ കെട്ടാനോ ഇവളെ കെട്ടാനോ വിശ്വാസം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറയുന്നത് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന വിജാതീയ പട്ടണമാണ്. അവിടെ നിന്നുകൊണ്ട് അത്രയും വിജാതിയുടെ നടുക്ക് നിന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിയാൽ ബാക്കി അവരെ ആരാധിക്കുന്നതൊക്കെ പിശാചിനെയാണെന്നുള്ളൊരു ഇന്നർ മീനിങ് അവർക്ക് മനസ്സിലാവുകയും പത്രോസ് ആ സ്പോട്ടിൽ പത്രോസിനെ ഒരു കൊന്നുകളയും. അത്രയും പ്രതികൂല സാഹചര്യത്തിലാണ് പത്രോസ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇത് നീ പറഞ്ഞതല്ല, നിനക്ക് ഇത് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ അപ്പം വെളിപ്പെടുത്തണം. അത്രയും ധൈര്യം നിനക്ക് ഈ സമൂഹത്തിന് നടുവിൽ കിട്ടണമെങ്കിൽ എൻ്റെ അപ്പൻ ഇടപെടാതെ നിനക്ക് പറ്റില്ല. അത് ഡയറക്റ്റായിട്ട് ഈശോ പത്രോസിനോട് പറഞ്ഞു. പത്രോസ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പത്രോസിനോട് ഈശോ പറയുന്നതെല്ലാം സഭയോടുള്ള വാക്യങ്ങളാണ്. സഭയ്ക്ക് ഈശോയോട് പറയാനുള്ളതാണ് പത്രോസ് ഈശോയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭയോട് പറഞ്ഞതാണ് ഈ വാക്യങ്ങൾ. ഈശോ സഭയോട് പറഞ്ഞ വാക്യങ്ങളാണ് ഇതെല്ലാം. സഭയോട് പറഞ്ഞു. എന്താ പറയുക, മാംസരക്തങ്ങളല്ല പ്രവചനങ്ങൾ. പ്രവചനങ്ങൾ എന്ന് പറയുന്നത് മാംസരക്തങ്ങളല്ല, തോന്നലുകൾ പ്രവചനങ്ങളല്ല. സന്ദേശങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നലുകൾ സന്ദേശങ്ങളാക്കാം, അത് പ്രവചനങ്ങളായിട്ട് സ്വർഗം സ്വീകരിക്കണമെന്നില്ല, അപ്പം തന്നതായിരിക്കണമെന്നില്ല. അപ്പോൾ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അരൂപികളെ എതിരിട്ട് തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം സ്വീകരിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10-20 വർഷം മുൻപുള്ള ഒരു രീതിയല്ല ഈ കാലഘട്ടത്തിലെ ലോകം ഒന്നുകൂടെ പുരോഗമിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി, നമ്മളുടെ പ്രാർത്ഥനകളുടെ തലം മാറണം. നമ്മൾ സോഷ്യൽ മീഡിയ ഒരു 20 വർഷം മുൻപുള്ള അവസ്ഥയല്ല ഇന്ന്. അതനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് 20 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ആ രീതിയിലെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് അത് മാറി. ഇതുപോലെ പ്രാർത്ഥനയിലും മാറ്റം വന്നില്ലെങ്കിൽ ഈ കാലഘട്ടം നമ്മളെ തോൽപ്പിക്കും, ഈ കാലഘട്ടം നമ്മളെ ഭരിക്കും, ഈ കാലഘട്ടം നമ്മളെ നശിപ്പിക്കും. ഈശോ നമ്മളോട് പറയുന്നത് ഈ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ അഭിഷേകത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഈശോയ്ക്ക് ഇത് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അവർ പഠിക്കേണ്ട കാര്യമല്ല, തനിക്ക് സംഭവിക്കേണ്ട കാര്യം അവരോട് പറഞ്ഞു എന്നല്ല ഈശോ പറയേണ്ടത്. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഈശോ അവരെ അറിയിച്ചു എന്നും പറയാം. പക്ഷേ ഈ രണ്ട് വേർഡല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ പ്രത്യേകത. പഠിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ, വായിക്കേണ്ടതല്ല. നമ്മൾ വചനം വായിച്ചു പോവുകയാണ്, പീഡാസഹനങ്ങൾ വായിച്ചു പോവുകയാണ്. കർത്താവ് ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ, വായിക്കുമ്പോൾ ഇതൊരു ചരിത്ര വസ്തുത, അത്രയേ ഉള്ളൂ. പഠിക്കുമ്പോൾ അത് മനസ്സിൽ ആക്കപ്പെടുകയാണ്, ഹൃദയസ്ഥമാവുകയാണ്, മാംസം ധരിക്കുകയാണ്. വചനം മാംസം ധരിക്കുന്നതിനുള്ള തടസ്സം എന്താണെന്നറിയോ? നമ്മൾ വചനത്തെ വായിക്കുന്നുണ്ടാണ്. വചനം മാംസം ധരിക്കണമെങ്കിൽ അതിനെ പഠിക്കണം. പഠിക്കുന്നത് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ വായിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് വായിക്കുന്ന പോലെ വായിച്ച് പഠിച്ചാൽ ഒരിക്കലും വചനം ആവത്തില്ല, നമ്മളുടെ ഉള്ളിലോട്ട് കടന്നു വരത്തില്ല. അപ്പോൾ വചനത്തെ പഠിക്കാൻ നമ്മൾ വചനം എടുത്തു വെച്ച് ആ വചനത്തിൽ ഈശോ പറഞ്ഞ വേർഡ്സ് എല്ലാം, നിങ്ങളൊരു ബൈബിൾ എടുത്ത്, ബൈബിൾ അണ്ടർലൈൻ ചെയ്യാൻ പാടില്ലെന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും, നിങ്ങൾ ഒരു സ്റ്റഡി ബൈബിൾ നിങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും ഒരു ബൈബിൾ നിങ്ങൾക്ക് പഠിക്കാനൊരു ബൈബിൾ, നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ ഉണ്ടാവണം. അതിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ഈശോ അരുളി ചെയ്തു എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം പച്ച ഇങ്ക് കൊണ്ട് നിങ്ങളത് അണ്ടർലൈൻ ചെയ്യുക. ഈശോയ്ക്കെതിരെ സംസാരിച്ചതെല്ലാം റെഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ബാക്കി ശിഷ്യന്മാർ സംസാരിച്ചത് അതെല്ലാം നിങ്ങൾ ബ്ലൂവിൽ അണ്ടർലൈൻ ചെയ്യുക. പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ചത് ബ്ലാക്കിൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങളെ ഒരു സ്റ്റഡി ബൈബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനോട് നിങ്ങൾ കാണിക്കുന്ന ആദരവനുസരിച്ച്, ഇതിനോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യമനുസരിച്ച് ഈ വചനം നിങ്ങളിൽ ഫോം ചെയ്യപ്പെടും. ഈ വചനം നിങ്ങൾ ക്രമേണ വചനമായിട്ട് നിങ്ങൾ മാറ്റപ്പെടണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒറ്റ അഭിഷേകമാണ് ഇതിൽ നിന്ന് പുറപ്പെടുന്നത്. മാറ്റമില്ല, മാറ്റു കുറയുന്നുമില്ല. ഇതിൽ ഒരിക്കലും ഒരു വചനമോ ആ വചനം ഇത്തിരി കൂടെ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതാണ്, ഇതത്ര പോരാ എന്ന് പറയാനൊരു വചനം ഇതിനകത്തില്ല. എല്ലാം ഒരേ അഭിഷേകം പുറപ്പെടുന്നതാണ്. ഈ ബൈബിളിലുള്ള സകല വചനങ്ങളും ഒരേ അഭിഷേകമാണ് നമ്മളിലേക്ക് അയക്കുന്നത്. അപ്പോൾ വചനം വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് വായിച്ച് 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 നമുക്ക് ഈ വചനവുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഈശോ ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രവചനം ഈശോ പറഞ്ഞ ആദ്യത്തെ പ്രവചനമാണ്. തന്നെക്കുറിച്ച് താൻ തന്നെ പ്രവചിക്കുകയാണ്. അവിടെ തന്നെക്കുറിച്ച് താൻ തന്നെ പ്രവചിക്കുക. ഈശോ പറഞ്ഞ പ്രവചനം നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഈ പ്രവചനത്തിൽ ഈശോ മൂന്ന് വ്യക്തികളെ പറയുന്നുണ്ട്. ഒന്ന് ജനപ്രമാണികൾ, പ്രധാന പുരോഹിതർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടും. ഈ 3 അവസ്ഥകളാൽ തിരസ്കരിക്കപ്പെട്ട് അവൻ വധിക്കപ്പെടണം. ഒത്തിരിയേറെ പീഡകൾ സഹിച്ചവൻ വധിക്കപ്പെടണം. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ പ്രവചനം പീഡാസഹനങ്ങളെക്കുറിച്ചാണെങ്കിലും ഈ പ്രവചനങ്ങളുടെ എൻഡിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കർത്താവ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതിനകത്തുണ്ട്. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ ബോധ്യം. ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പീഡാസഹനങ്ങളെക്കുറിച്ച് ശിഷ്യരോട് കർത്താവ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഈ ശിഷ്യരിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ തലമുണ്ട്. ഈ ശിഷ്യരിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ തലമുണ്ട്. ഇവനോടുകൂടെ നടന്നിട്ട് ഞങ്ങൾക്ക് ഇതാണോ അവസാനം വെച്ചിരിക്കുന്ന കൂലി എന്ന ഒരു മാറ്റം അവർ യേശുവിൽ നിന്ന് പിന്മാറാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. ബൈബിളിൽ യോഹന്നാൻ 6-ാം അധ്യായം 66-ാം വാക്യം, 666, 6-ാം അധ്യായം 66-ാം വാക്യം, യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി പേർ അവനെ വിട്ടുപോയി. യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി പേർ അവനെ വിട്ടുപോയി. അതായത് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കുർബാന ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇന്നത്തെ ഒരു ബ്ലാക്ക് മാസ് സ്പിരിറ്റ്,
അതിനെക്കുറിച്ച് കർത്താവ് തന്നൊരു ബോധ്യം, അത് കൃത്യം വന്നിരിക്കുന്നത് 666 എന്ന് പറയുന്ന സംഖ്യ, അല്ലെങ്കിൽ 6-ാം അധ്യായം 66-ാം വാക്യത്തിലാണ്. അതിൽ വരെ പരിശുദ്ധ കുർബാന തന്നെ തന്നെ കീറിമുറിച്ച് നൽകും, തൻ്റെ തിരുശരീര രക്തങ്ങൾ നിങ്ങൾക്കായി നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്യം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ ഒത്തിരി പേര് അവനെ വിട്ടുപോകുന്നുണ്ട്. ഇതാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുന്ന ഒരു സ്പിരിറ്റ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം ആഗ്രഹത്തോടെ ദാഹിച്ച് ബലിയർപ്പിക്കുന്നവരാണെങ്കിലും അവർക്ക് അവരിൽ തന്നെ അതിനോട് വിരക്തിയുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്ര തന്നെ പറഞ്ഞാലും, നിങ്ങൾ എത്ര ബലി മുടങ്ങാതെ അർപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, അതിൽ നിങ്ങൾ മുഴുവൻ ആ ബലിയിൽ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല ഒരിക്കലും. ബലി മുഴുവൻ ഉൾക്കൊണ്ടാൽ നിങ്ങളിവിടെ എങ്ങും നിൽക്കില്ല, നിങ്ങൾ പറന്ന് നടക്കും. അതുപോലെയാണ് ബലി എന്ന് പറയുന്നത് അതാ. അപ്പോൾ ബലി നമ്മൾ എല്ലാ ദിവസവും ഞങ്ങൾ ബലി മുടക്കാറില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരാൾ പോലും നമ്മളാരും ബലിക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഇതുവരെ ലൈഫിൽ. ബലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കില്ല. അതാണ് പരിശുദ്ധ ബലി എന്ന് പറയുന്നത്. ബലിയിൽ നമ്മൾ പറയും ഒറ്റ ദിവസം ഞാൻ കുർബാന മുടക്കില്ല, എല്ലാ ദിവസവും കുർബാന കണ്ടില്ലേ പിന്നെ എനിക്ക് കാര്യം പോക്കാണ്, ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബലി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ബലിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ, മിസ്റ്റർ പാദ്രെ പിയോ ബലിയർപ്പിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞാണ് അദ്ദേഹം ബലിയർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബലിയർപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. പൊട്ടിക്കരഞ്ഞാണ് ബലിയർപ്പിക്കുന്നത്. ആ ബലിയിൽ ഈശോ കീറിമുറിയപ്പെടുന്ന ആ ഒരു എന്താ പറയുക അവസ്ഥ നമ്മൾ സ്വീകരിച്ചാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ബലി ഒരിക്കലും നമ്മൾക്ക് ആ ബലിപീഠം വിട്ട് പുറത്തിറങ്ങാനോ ബലിയർപ്പണം കഴിഞ്ഞ് പള്ളി വിട്ട് ഇറങ്ങിപ്പോരാനോ നമുക്ക് തോന്നില്ല ഒരിക്കലും. ഇങ്ങനെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് ഈശോയെ നിന്നെ ഒറ്റക്കാക്കി ഞാൻ പോകും എന്നൊരു ചിന്ത ആ ബലി അർപ്പിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അപ്പോൾ തന്നെ കിട്ടും. പള്ളിയിൽ നിന്ന് പോരാൻ തോന്നില്ല. എന്താ പറയുക, ആ തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ട് മാറി മുഴുവൻ സ്വർഗീയ അന്തരീക്ഷത്തിലായിരിക്കുന്ന അവിടം വിട്ട് ഇറങ്ങാൻ നമുക്ക് തോന്നില്ല ഒരിക്കലും. അവിടെ ഇരിക്കും. എന്തെല്ലാം അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും, പള്ളി വിട്ട് പോരില്ല. ബലി കഴിഞ്ഞ ഉടനെ, അല്ലാത്ത സമയമല്ല ഞാൻ പറയുന്നത്. ബലിയിൽ നമ്മൾ അത്രത്തോളം താല്പര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ബലി കഴിഞ്ഞാൽ ആൾത്താരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും നമ്മൾ. അത് കാരണം അവിടെ വന്ന സ്വർഗീയ ദൂതഗണങ്ങൾ, സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന ആ തലത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നതെല്ലാം ഒപ്പിയെടുക്കാൻ നമ്മൾ അവിടെ തന്നെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ എല്ലാം നമ്മളിങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കും. തിയേറ്ററിൽ കാണുന്നതാണോ ഈ കാണുന്നതൊക്കെ എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുന്നത് പോലെ, നമ്മളെ മനസ്സിന് എന്തെങ്കിലും സന്തോഷം തരുന്ന ഒരു കാര്യത്തിൽ നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ബലിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ബലിയിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് ഈ 77 വരപ്രസാദങ്ങളെ കൂടാതെ ആ സ്വർഗം മുഴുവനും വന്നിറങ്ങിയ തലത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അഭിഷേകമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബലിപീഠം വിട്ട് പോവില്ല. അത് അവിടെ നിൽക്കും, അവിടെ തന്നെ നിൽക്കും. എന്തിനേയും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും ബലിക്ക് വേണ്ടിയിട്ട്. ഏത് ജീവിത സാഹചര്യത്തെയും, എത്ര സമ്പത്തിനെയും, എത്ര ലക്ഷം സാലറി കിട്ടുന്ന ജോലിയെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതാണ് പരിശുദ്ധ ബലി. കാരണം നീ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ എണ്ണം അനുസരിച്ചാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ നിൻ്റെ ദിവസത്തിൻ്റെ എണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മാരക പാപം ചെയ്ത് മരിച്ചു പോയാലും നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ കുർബാന നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു തലമുണ്ട് അവിടെ. അതുകൊണ്ട് ബലി അതിൻ്റെ പൂർണ്ണ ഒരുക്കത്തോടുകൂടെ തന്നെ അർപ്പിക്കണം, പൂർണ്ണ യോഗ്യതയോടുകൂടെ തന്നെ സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ യോഗ്യതയോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ബലിയിൽ നമുക്ക് പറ്റണം. ബലിയിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ചെന്ന് ബലിപീഠത്തിന് മുന്നേ മുട്ടുകുത്തുമ്പോൾ നമുക്കതിൽ നിന്നൊരു ഫീല് കിട്ടണം. ഇവിടെ എന്തോ ഉണ്ട് എന്നൊരു ഫീല് നമുക്ക് കിട്ടണം. ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നൊരു ഫീല് കിട്ടണം. ഞാൻ ഈ പഞ്ചാബിലൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ നിന്നൊരു സിഖുകാരൻ, അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം ഈ തലയിൽ കെട്ടൊക്കെ തലപ്പാവൊക്കെ വെച്ചിട്ട് വന്നൊരു സിഖ്, പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു അസിസ്റ്റൻ്റ് എൻജിനീയറാണ്, അവിടുത്തെ KC ഇലക്ട്രിക്കൽ ഇതിൻ്റെ അസിസ്റ്റൻ്റ് എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കാൻ വന്നതാണ്. അവിടെ ചെന്നപ്പോൾ
അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുർബാനയുടെ സാന്നിധ്യമാണല്ലോ താങ്കൾക്ക് ചുറ്റും കാണുന്നത്. ഞാൻ ഇദ്ദേഹം വരുമ്പോൾ ഒരു വൈറ്റ് പ്രകാശം ഇദ്ദേഹത്തിന് ചുറ്റും കാണുക. അപ്പോൾ ഞാൻ ചോദിച്ചു, കുർബാനയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, കുർബാന മുടക്കി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ കുർബാന സ്വീകരിക്കില്ല, പക്ഷേ കുർബാനയ്ക്ക് പോകണം ബ്രദറെ, കുർബാന മുടക്കിയ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ വായും പൊളിച്ചിരിക്കുക. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട്, ക്രിസ്ത്യാനികൾ പറഞ്ഞ് കേട്ടിട്ടില്ല ഇത്, കുർബാന മുടക്കിയ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ഞാനിരുന്ന് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടുത്തെ കുർബാനയുടെ പ്രത്യേകത, നമ്മളിതുപോലെ വെറുതെ നമ്മൾ ഈ ഉറക്കം തൂങ്ങി അർപ്പിക്കുന്ന ബലിയല്ല. അവിടെ ചെണ്ടയും ദപ്പും എല്ലാമായിട്ട് താളവും ഒക്കെ ആയിട്ടാണ്, ഭയങ്കര ഒരു ആഘോഷത്തിമിർപ്പാണ്. ബലി എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങാൻ പറ്റില്ല, കാരണം അതുപോലെയാണ് ബഹളവും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടാണ് ബലിയർപ്പിക്കുന്നത്. ആ ബലിയർപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയാണ്, സ്വർഗം മൊത്തം നിൽക്കുന്നത് എനിക്ക് കാണാം, എനിക്ക് ഇവരുടെ ഒന്നും പേരറിയത്തില്ല. അദ്ദേഹം ലൈവ് വിഷൻ കാണുകയാണ്, അല്ലാതെ എന്തെങ്കിലും പറയുകയല്ല. അദ്ദേഹം ലൈവായിട്ട് അദ്ദേഹം കണ്ടിട്ടാണ് എന്നോട് പറയണത്, സ്വർഗം മുഴുവനും ഉണ്ട്, പക്ഷേ ഇവരുടെ ഒന്നും പേരെനിക്ക് കിട്ടുന്നില്ല. കുറേ പേരിട്ടിരിക്കുന്ന വേഷങ്ങളൊക്കെ എന്ത് രസമാണ്, കുറേ പേരിട്ടിരിക്കുന്ന വേഷങ്ങളൊക്കെ എന്ത് രസമാണ്. ബലിപീഠം മുഴുവൻ ചോരയാണ്. പകുതിയോളം അത് തുടങ്ങി പകുതിയോളം കഴിയുമ്പോൾ ബലിപീഠം മുഴുവനും ചോരയിൽ കുളിച്ചാണ്. ഈ ബലിപീഠത്തിൻ്റെ വിരിപ്പ് മുഴുവൻ ചോരയിൽ കുളിച്ച്, അദ്ദേഹം പറയാൻ, ഇങ്ങനെ ഒഴുകി വരുന്ന ചോര ഈ തുണിയുടെ അറ്റത്തൂടെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് വരെ കാണാം. നമ്മളെപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്ക് കിട്ടിയിട്ടില്ല ഇതൊന്നും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ബലിക്ക് വില കൊടുത്തിട്ടില്ല. നമ്മൾ ബലിക്ക് വില കൊടുത്തിട്ടില്ല. ബലി അർപ്പിക്കാനുള്ള താല്പര്യം ഒരിക്കലും ബലിക്ക് കൊടുക്കുന്ന വിലയല്ല. ബലി അർപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നത് നമ്മൾ ബലിക്ക് കൊടുക്കുന്ന വിലയല്ല. അതുകൊണ്ടാണ് ഈശോ പീഡാനുഭവത്തെപ്പറ്റി പറയുമ്പോൾ പത്രോസ് തടസ്സം പറയുന്നത്. അതുവരെ ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹത്തെയെ പത്രോസ് അറിഞ്ഞിട്ടുള്ളൂ, ക്രിസ്തു എന്ന് പറയുന്ന ബലിയെ പത്രോസ് അറിഞ്ഞിട്ടില്ല. ക്രിസ്തു എന്ന് പറയുന്ന ബലിയെ പത്രോസ് അറിയണമെങ്കിൽ, ബലിക്ക് വില കൊടുക്കുന്നെങ്കിൽ പത്രോസ് ഒരിക്കലും ഈശോ പീഡാനുഭവത്തെപ്പറ്റി പറയുമ്പോൾ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ബലി നമ്മൾ ആസ്വദിക്കണം, ബലി നമ്മൾ ആസ്വദിക്കണം. മഹാവിരുന്നാണ്. ഏറ്റവും വെൽ ഡ്രസ്ഡായിട്ടാണ് പരിശുദ്ധ ബലിയിൽ നമ്മൾ എത്തേണ്ടത്. എങ്ങനെയെങ്കിലും പോയി കൂടേണ്ടതല്ല പരിശുദ്ധ ബലി. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. കുളിക്കാതെ പള്ളിയിൽ പോകരുത് പരിശുദ്ധ ബലിക്ക്. കുളിച്ച് വൃത്തിയാവാതെ പരിശുദ്ധ ബലിക്ക് ചെന്ന് നിൽക്കരുത്. പരിശുദ്ധ ബലിയിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുന്ന മാലാഖമാരുണ്ട്. ആ പരിശുദ്ധ ബലിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ഒരു തലമുണ്ട്. നമ്മുടെ കാവൽ മാലാഖ നമ്മളെ എതിരേൽക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പേരിന് കാരണക്കാരനായ വിശുദ്ധൻ നമ്മളെ ആനയിക്കുന്ന ഒരു സമയമുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളവിടെയുള്ള എല്ലാവരുടെയും ഡ്രസ് കോഡും മറ്റുമൊക്കെ പരിശോധിച്ച് ആരെല്ലാം ബലിയിൽ അശ്രദ്ധമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്കെടുത്ത് നമ്മൾ ബലിയർപ്പിക്കരുത്. അതൊന്നും നിന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് കാണിക്കുന്ന താല്പര്യം തന്നെ ബലിയിൽ നിന്ന് നിനക്ക് സ്വീകരിക്കാവുന്നതിന് മാക്സിമം കിട്ടും. ഇന്ന് നമ്മൾ വിശുദ്ധ കുംഭസാരത്തിൻ്റെ ദിവസമാണ്. ഇന്ന ദിവസം വിശുദ്ധ കുംഭസാരത്തിൻ്റെ ദിവസമാണ്. ഈ വിശുദ്ധ കുംഭസാരത്തിൻ്റെ ദിവസമാണ് ഞാൻ ഈ ബലിയെക്കുറിച്ച് പറയാൻ കാരണം. കുംഭസാരത്തിൻ്റെ ആ ഒരു തലം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ബലി അറിയണം. ബലിയുടെ ക്ലാസ്, പരിശുദ്ധ കുർബാനയുടെ ക്ലാസ് എടുക്കണമെങ്കിൽ അതൊരു 7 മണിക്കൂറോളം എടുക്കും. ഞാൻ ആ ക്ലാസ് ഇവിടെ എടുത്തിട്ടില്ല. 7 മണിക്കൂറോളം കുർബാനയുടെ ക്ലാസ് ഉണ്ട്. പിതാവിന് തിരി കത്തിക്കുന്നത് മുതൽ തുടങ്ങുന്ന ക്ലാസ്സാണ് അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. നമുക്കതിനുള്ള സമയമില്ല. 2 ദിവസം ധ്യാനമായതുകൊണ്ട് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. ആ ക്ലാസ് നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബലി മുടക്കത്തില്ല. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല ഇവിടെ, ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ബലി നിങ്ങൾ പൂർണ്ണമായിട്ട് അർപ്പിക്കുക. ബലിക്ക് നിങ്ങൾ വില കൊടുക്കുക. നാളെ രാവിലെയാണ് ബലിയെങ്കിൽ ഇന്ന് രാത്രി ഒരുങ്ങി പ്രാർത്ഥിച്ച് കിടക്കുക. ആ രാത്രിയിലെ ഉറക്കം സുഖനിദ്രയായിരിക്കും നിങ്ങൾക്ക്. കാരണം ബലിയിൽ ഉണർവോടെ നിൽക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാർ നിങ്ങൾക്ക് നല്ല നിദ്ര നൽകും. രാത്രി നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടണോ? പിറ്റേ ദിവസത്തെ ബലിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് കിടന്നാൽ മതി. നല്ല ഉറക്കം നിങ്ങൾക്ക് തരും. ആ ഉറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ മാലാഖമാർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഉറക്കത്തിലുള്ള മരണം ഒഴിവായി പോകാൻ ബലിക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് കിടന്നാൽ മതി പ്രിയപ്പെട്ടവരെ. ഉറക്കത്തിൽ ചാവത്തില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കില്ല. കാരണം ഉറങ്ങി എഴുന്നേറ്റ് ഇവനെ പള്ളിയിൽ എത്തിക്കേണ്ട ഡ്യൂട്ടി ആ സമർപ്പണം തുടങ്ങുമ്പോൾ തൊട്ട് ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാത്രി
കിടക്കുന്നതിന് മുമ്പ് ഒരു 7:30-8 മണി രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ഈശോയുടെ മുന്നിൽ നിന്ന് നാളെ ബലിയിൽ എനിക്ക് സമർപ്പിക്കാനുള്ള നിയോഗങ്ങൾ ഇന്നതൊക്കെയാണ്, നാളെ എനിക്ക് ഈ നിൻ്റെ ബലിയിൽ നിന്ന് കർത്താവെ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവണം, ഇതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട നിയോഗങ്ങൾ. ഈ ഒരു അനുഭവം നിന്നെ എനിക്ക് കാണാൻ പറ്റണം. പരിശുദ്ധ കുർബാനയെ ഞാൻ കണ്ടിട്ടുണ്ട്, കുർബാനയിൽ ഈശോയെ കാണാൻ പറ്റുന്നില്ല. ആ കൃപ നീ എനിക്ക് തരണം. അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന മാലാഖമാരെയും വിശുദ്ധരെയും കാണാൻ എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് നീ ഒരു തുറവി തരണം. ഇങ്ങനെയുള്ള നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പിന്നെ നിങ്ങളുടെ ഭൗതിക ഇൻറ്റൻഷൻസ് എല്ലാം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കിടന്നോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ നിമിഷം മുതൽ നിങ്ങളുടെ ചാർജ് സ്വർഗത്തിൻ്റെ മാലാഖമാരെ ഏറ്റെടുക്കുകയാണ്. കാരണം പിറ്റേ ദിവസത്തെ ബലിയിൽ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളുടെ ഉത്തരവാദിത്വം മാലാഖമാരെ ഏറ്റെടുക്കുകയാണ്. ഒരു പൈശാചിക പീഡയും ഒരു രോഗപീഡയും ഒരു തിന്മയുടെ സ്വാധീനവും ഒരു ഉറക്കക്കുറവുമോ ഒരു ദുർമരണമോ പ്രായമെത്താതെയുള്ള മരണമോ അകാല മരണമോ ഒരുക്കമില്ലാത്ത മരണമോ ഒന്നും നിങ്ങളെ വരില്ല. കാരണം ബലിപീഠത്തിൽ നിങ്ങൾ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിന് കൈമാറി നിങ്ങൾ കിടക്കുക. അവിടെ മുതൽ അങ്ങോട്ട് ഒരു ബലിയിൽ നിന്ന് അടുത്ത ബലിയിലേക്കുള്ള ദൂരമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം. അതാണ് ഇന്നർപ്പിച്ച ബലിയിൽ നിന്ന് നാളത്തെ ബലി വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മുടെ ജീവിതം. അതിനിടയിൽ അടുത്ത ബലിക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടുന്ന ബലിവസ്തുക്കളാണ് എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ പ്രവൃത്തികളും പുണ്യങ്ങളും. ബലിക്ക് ചെല്ലുമ്പോൾ ഞാൻ വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടാണ് ഈ ബലിയിൽ അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമർപ്പിക്കാൻ കാഴ്ചകളില്ലാത്ത ബലി അസാധുവാണ്. നമുക്ക് ബലി അസ്വാദമാകുന്നില്ല, നമ്മളെ സംബന്ധിച്ച് ആ ബലി ഇൻവാലിഡാണ്. ആ ബലിക്ക് ഒരു ഗുണവുമില്ല. സമർപ്പിക്കാൻ കാഴ്ചവസ്തുക്കളില്ലാത്ത ബലി അർപ്പിക്കാൻ നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു നന്മ പറയാനുണ്ടാവണം. അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ആത്മാവിനെ നിനക്ക് വേണ്ടി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലൊരു കാഴ്ചവസ്തു എങ്കിലും അനുദിന ബലിയിൽ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന കാഴ്ചവസ്തുക്കൾ ഇല്ലാത്ത ബലി നിങ്ങളെ സംബന്ധിച്ച് ആ ബലി പൂർണ്ണമല്ല, ആ ബലി പൂർണ്ണമാവില്ല. നിങ്ങളുടെ കുറേ നിയോഗങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും. രോഗങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും ഇതൊന്നും ഈശോയ്ക്ക് ആവശ്യമില്ല ബലിയിൽ. പക്ഷേ ഇത് സ്വീകരിക്കാതിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, സ്വീകരിക്കും. പക്ഷേ ഇതൊന്നും ഈശോയ്ക്ക് ആവശ്യമില്ല. ഈശോ നോക്കുന്നത് ഈ ബലിയിലേക്ക് എത്ര ആത്മാക്കളെ നീ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പേർക്ക് വേണ്ടി നീ മധ്യസ്ഥം വിളിച്ചിട്ട് ആ ആത്മാക്കളെ ഈ ബലിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈശോ നോക്കുന്ന അതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഓരോ ബലിയർപ്പിക്കുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഇത്രയും പേരെ ഞാൻ ആ ബലിയിലേക്ക് സമർപ്പിക്കും. ഇന്ന് മുതൽ ഉള്ള എൻ്റെ ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അനുദിന ബലിയിലുള്ള എൻ്റെ നിയോഗങ്ങളാണ്, ഞാൻ നേടിയെടുത്ത ആത്മാക്കൾ എൻ്റെ നിയോഗങ്ങളാണ്. നിങ്ങളെല്ലാവരെയും ബലിയിലേക്ക് അനുദിന ബലിയിലേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കും. എല്ലാ ബലിയിലും ഒറ്റ ബലിയിൽ ഞാനത് മുടക്കില്ല. ആദ്യത്തെ ധ്യാനം മുതൽ ഇങ്ങോട്ടുള്ളത് ഇന്നും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടങ്ങിയിട്ടില്ല, മുടങ്ങാറുമില്ല. അതങ്ങനെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ബലിയിലേക്ക് കൊടുക്കാൻ ഈ കാഴ്ചവസ്തുവാണ് ഈശോ ഇങ്ങനെ ആർത്തിയോടെ ഈശോ നോക്കുന്നത്. ഈ കാഴ്ചവസ്തുക്കളെയാണ്. എൻ്റെ നിയോഗങ്ങൾ എനിക്ക് പല്ലുവേദന, എനിക്ക് നടുവേദന എന്ന് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ പുച്ഛിച്ച് തള്ളുക, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. എവിടെ നിൻ്റെ കാഴ്ചവസ്തു എവിടെ? ഈശോ നോക്കുന്നതാ. ഈശോയുടെ ഇങ്ങനെയൊരു എത്തിനോട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. ബലിക്ക് ചെല്ലുമ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് ചെന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. ഈശോ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ആരൊക്കെ എത്തി, എവിടെ, എന്തെല്ലാം കൊണ്ടുവന്നു എനിക്ക്. ഈശോ ഇങ്ങനെ നോക്കുന്നുണ്ട്. വന്നവരെന്തെല്ലാം എനിക്ക് കൊണ്ടുവന്നു. ഒരു ജോലി കഴിഞ്ഞ ഒരു അപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നത് അപ്പൻ്റെ വരവിനേക്കാൾ അപ്പൻ്റെ കയ്യിൽ എനിക്കുള്ള എന്തെങ്കിലും മിഠായി പൊതിയാണ് നോക്കണത്. ഇത് തന്നെയാണ് ബലിക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ഈശോയ്ക്ക് നമ്മളെ കാണാൻ ഉള്ള തിടുക്കമുണ്ട്. ഈശോയ്ക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കുമ്പോൾ കുറേ കണ്ണുനീരും കൊണ്ടാണ് ചെന്നിരിക്കുന്നത്. ഒരാത്മാവിനെയും കൊണ്ടുവന്നിട്ടില്ല. ഇത്ര നേരം ഇത്ര ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചു, അവരെ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഏതെങ്കിലും ബലിയിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ ബലിയാണ് നീ അർപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ബലി. ആ ബലിയിൽ ഈശോ നിന്നെ തൊട്ടിട്ടുകൊണ്ട് ആ ബലിയിൽ നിന്ന് സ്വർഗാന്തരീക്ഷം സ്വീകരിച്ചിട്ടാണ് നീ നിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഇവിടെ ഇതിനകത്ത് ഈ ഒരു വചനഭാഗത്തിനകത്ത് ഈശോ 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു. ബലി അല്ലെങ്കിൽ കൂദാശകൾ പഠിക്കേണ്ടതാണ്,
പഠിക്കേണ്ടത് എപ്പോഴാണ്, അതെൻ്റെ പഠന വിഷയമാകുന്നത് എപ്പോഴാണ്, അത് എന്നെ എലിജിബിൾ ആക്കും. എന്തിന്? ആ ഒരു ടെസ്റ്റ് പാസ്സായി ഞാൻ സർട്ടിഫൈഡ് ആവണം. അതായത് സ്വർഗത്തിന് യോഗ്യത നേടണം. യോഗ്യത നേടാനുള്ളതേ നമ്മൾ പഠിക്കുകയുള്ളൂ. അതെന്താണെങ്കിലും, ഏത് ഡിഗ്രി ആണെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് പഠിക്കുന്നത്. അതല്ലാത്തതൊന്നും ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആവണ്ടേ, അതിന് നിങ്ങൾ എലിജിബിൾ ആവണ്ടേ. ആ സ്വർഗം എന്ന് പറയുന്ന സൗഭാഗ്യത്തിന് നിങ്ങൾ എലിജിബിൾ ആകണമെങ്കിൽ നിങ്ങളത് പഠിച്ചേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കാത്തിടത്ത് അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ച് നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോടെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി, അവരോട് പറഞ്ഞു എന്നല്ല, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ സഹനം അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം ഈശോയ്ക്ക് എന്താ? കാരണം നാളെ ഇതേ സഹനത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഇത്രത്തോളം ഇല്ലെങ്കിലും ഇതുപോലൊരു രക്തസാക്ഷിത്വത്തിൻ്റെ തലത്തിലേക്ക് അവർ ഉയർത്ത് എഴുന്നേൽക്കുന്നുണ്ട്. ജീവിതത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് രക്തസാക്ഷിത്വം. രക്തസാക്ഷിത്വത്തിൽ നിന്നുള്ള നമ്മളുടെ മരിപ്പ് സ്വർഗത്തിലേക്കുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പാണ്. ഭൂമിയിൽ നിന്ന് ഒരു മാനുഷികത രക്തസാക്ഷിത്വത്തിലേക്ക് അവിടെ നിന്ന് ഒരു മാനുഷികത സ്വർഗത്തിലേക്ക് ഉയരുന്ന അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു രക്തസാക്ഷി ഒരു ദേശത്തുണ്ടാകുമ്പോൾ, ഒരു വിശുദ്ധനൊരു ദേശത്തുണ്ടാകുമ്പോൾ, ഒരു പ്രവാചക ദൗത്യം ഒരു ദേശത്തുണ്ടാകുമ്പോൾ, ആ ദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ ഒരു വിശുദ്ധനിലൂടെ, പ്രവാചകനിലൂടെ ഈശോയ്ക്ക് സാധിക്കുന്നുണ്ട്. അതാണ് രക്തസാക്ഷിത്വത്തിൻ്റെ വില. എവിടെയെല്ലാം പാപങ്ങൾ അതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുക, ഒരു ദേശം മുഴുവനും പാപത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗം ആ ദേശത്തെ നേടിയെടുക്കാൻ, ആ ദേശത്ത് നിന്ന് ഒരു രക്തസാക്ഷിയുടെ ചോരയുടെ ചുടുനിണത്തിൻ്റെ വില മതി കർത്താവിന് ആ ദേശത്തെ വിശുദ്ധീകരിക്കാൻ. നമ്മൾ സഭയിലെ മൊത്തം രക്തസാക്ഷികൾ എടുത്തു നോക്കുക. അവർ രക്തസാക്ഷിത്വം വരിച്ച ദേശങ്ങളിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന പാപാവസ്ഥകളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക. ആ രക്തസാക്ഷിത്വത്തിൻ്റെ വില അത് തന്നെയാണ്. ലോകത്തിനു വേണ്ടി ഈശോ മരിച്ചപ്പോൾ ലോകം മൊത്തം ഏത് പാപാവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ ധ്യാനിക്കുക, പഠിക്കുക. അപ്പോൾ ഈശോ നമുക്ക് പഠിപ്പിച്ച് തരുന്ന പല തലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ഇവൻ സ്വർഗത്തിൽ നിന്ന് ദൂരെയെല്ലാം എന്ന് കർത്താവ് നമ്മളെപ്പറ്റി പറയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കുറച്ച് മുൻപ് വരെ പത്രോസിൻ്റെ ചിന്ത ദൈവികമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല എൻ്റെ അപ്പനാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നതെന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് പത്രോസ് പറയാൻ കാരണം, കുറച്ച് മുമ്പ് വരെ പത്രോസിൻ്റെ ചിന്ത മാനുഷികമായിരുന്നില്ല, ദൈവീകമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസ് പറയുന്നുണ്ട്, ദൈവത്തെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന പത്രോസിനെ നമുക്കവിടെ കാണാൻ പറ്റും. ദൈവത്തെ എന്താ പറയുക, കർത്താവ് യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി പത്രോസ് തടസ്സം പറയുന്നുണ്ട്. യേശുവിനോട് പത്രോസ് പറയുന്ന തടസ്സത്തിൻ്റെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? ഈശോ കുറച്ച് മുമ്പാണ് പത്രോസിനോട് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല എൻ്റെ അപ്പം വെളിപ്പെടുത്തി തന്നു. പത്രോസ് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിയപ്പോൾ അതേ പത്രോസ് അഹങ്കാരത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് യേശുവിനെ മാറ്റി നിർത്താൻ തോന്നുന്നത്. പ്രിയമുള്ളവരെ, എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സൂക്ഷിക്കുക. എത്രത്തോളം പ്രാർത്ഥനാഭിഷേകം നിങ്ങളിലുണ്ടോ അത്രത്തോളം നിങ്ങൾ സൂക്ഷിക്കണം. എത്രയധികം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അത്രയധികം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തിറക്കാനുള്ള അരൂപി ആ പ്രാർത്ഥനയോടുകൂടെ തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലത്, പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കാനുള്ള അരൂപി
പ്രാർത്ഥനയോട് കൂടെ തന്നെ നിങ്ങളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എത്രത്തോളം നിങ്ങൾ ഉണർന്നിരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളിലുണ്ടോ, നിങ്ങളുടെ ജീവിതം റൂട്ട് മാറി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം വഴി തെറ്റിയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ചില പ്രാർത്ഥനകളൊന്നും ഫലവത്താകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം പ്രാർത്ഥന നിങ്ങൾ ഒരു ഭക്ത അഭ്യാസം മാത്രമായിട്ടാണ് പ്രാർത്ഥനയെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇവിടെ പത്രോസ് ഈശോയെ പറ്റി പറയുന്നത് അത് തന്നെയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ പത്രോസാണ് ഈ പുത്രനെ തള്ളി പറയുന്നത്. സഹനത്തിൽ നിന്ന് പത്രോസ് പുത്രനെ തള്ളി താഴെയിടാൻ നോക്കുക. ഇതാണ് ഈശോ തിരുത്തുന്നത്. സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് ദൂരെ പോ, നീ എൻ്റെ മുൻപിൽ നിന്ന് ദൂരെ പോ. ഇതേ പത്രോസ് തന്നെ യേശു ആദ്യം മനുഷ്യരെ പിടിക്കും എന്ന് പഠിപ്പിച്ച സമയത്ത് പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, നീ കൂടുതൽ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. വല നിറച്ച് മത്സ്യം കെട്ടി അടുത്തുള്ള സുഹൃത്തുക്കളെ കൂടെ അവരുടെ വള്ളങ്ങൾ കൂടെ വിളിച്ച് വള്ളം നിറയുവോളം അവർ മത്സ്യം കയറ്റി വല കീറുമെന്നായപ്പോൾ പത്രോസ് യേശുവിൻ്റെ മുൻപിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഈശോയെ, ഞാൻ പാപിയാ, നീ എന്നെ വിട്ട് ദൂരെ പോ, എന്നിൽ നിന്ന് നീ അകന്നു പോ. കാരണം ഞാൻ അത്രത്തോളം പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനോട് തിരിച്ച് ഈശോ പറയുന്നു, സാത്താനെ, നീ എന്നിൽ നിന്ന് ദൂരെ പോ. അപ്പോൾ സഭയിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ട. അത്ഭുതങ്ങൾ കണ്ട് യേശുവിനെ സ്നേഹിക്കേണ്ടത് വിജാതീയരാണ്, ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികൾ ഒരിക്കലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ക്രിസ്തീയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ അതുമാത്രം നിങ്ങൾ ധ്യാനിച്ചാൽ മതി. അത്ഭുതങ്ങൾ സ്വീകരിക്കേണ്ടത് വിജാതീയരാണ്. അത്ഭുതങ്ങൾ കണ്ട് കർത്താവിനിൽ വിശ്വസിക്കേണ്ടത് വിജാതീയരാണ്, ക്രിസ്തീയ മക്കളല്ല. നമ്മൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുത്, അടയാളങ്ങൾ ചോദിക്കരുത്, മറിച്ച് അഭിഷേകത്തെ ചോദിക്കുക, അനുഭവങ്ങളെ ചോദിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല ക്രിസ്തീയതയുടെ അടിസ്ഥാനം. അത് വിജാതീയരെ നേടാൻ കർത്താവ് പ്രവർത്തിക്കുന്നതാണ്. അവരെ നേടിയെടുക്കാൻ വേണ്ടി ഈശോ അവർക്കൊരുക്കുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അത് പല ശുശ്രൂഷകളിലും നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നവരല്ല അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു ധ്യാനം വിജാതിരുടെ ഇടയിൽ ചെയ്യുന്ന സമയത്ത് അവരുണർവോടെ ഇരിക്കും. വലിയ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത്. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിപ്പിക്കുമ്പോഴും അത്രത്തോളം അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? എത്ര അത്ഭുതം കിട്ടിയാലും ഇതുപോലെ ഇരുന്ന് ഉറങ്ങും. എത്ര കിട്ടിയാലും നമ്മളുടെ ക്ഷീണത്തെ, അല്ലാതെ നമ്മളുടെ അവസ്ഥകളെ വിട്ട് ഒരു ധ്യാനത്തിന് നമ്മളില്ല. ഉറക്കം വന്നാൽ ഞങ്ങൾ ഉറങ്ങും, ബ്രദർ പ്രസംഗിക്കും. ഉറക്കം വന്നാൽ ഉറക്കത്തെ തോൽപ്പിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാൻ അത്രത്തോളം തീഷ്ണതയില്ലാത്തവരാണ് ക്രിസ്ത്യൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് എടുത്തു നോക്കിയേ, ക്രിസ്തീയ ധ്യാനങ്ങളിൽ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മിനിസ്ട്രികളിലൊന്നും കാര്യമായിട്ടുള്ളത് കുറേ പ്രഘോഷിച്ച് കുറേ ഉറക്കെ സ്തുതിപ്പിച്ച് എല്ലാം കഴിഞ്ഞങ്ങോട്ട് പോയാലും എണ്ണം പറയാൻ ചിലത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല. നമ്മുടെ വിശ്വാസക്കുറവും താല്പര്യക്കുറവും. ഇവിടെ ഇങ്ങനെയാണ്, ബലിയിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളെപ്പറ്റി ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? വചനത്തെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. കേൾക്കാനെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ അത് നിങ്ങളിലത് മാംസം ധരിക്കാൻ സ്വർഗത്തിന് താല്പര്യമുണ്ട്, മാംസം ധരിപ്പിക്കാൻ. പക്ഷെ നിങ്ങളത് കേൾക്കാൻ പോലും ഭാവിക്കുന്നില്ലെങ്കിൽ ഈശോ ഈ 2 ദിവസത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ പാഴായി പോവും. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളിരിക്കരുത് കേട്ടോ. മുഴുവൻ കേട്ടവർക്കാണ് നിയോഗത്തിലേക്ക് കർത്താവിന് വരാൻ പറ്റുള്ളേ. നിങ്ങൾ ആ വചനത്തിൽ സന്ദേശങ്ങൾ പറയുന്ന സമയത്ത് കാത് കൂർപ്പിക്കുകയും അല്ലാത്ത സമയത്ത് ഇരുന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ ചൂഷണം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പെടരുത്. ക്രിസ്തുവിനെ ചൂഷണം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിങ്ങൾ പെടരുത്. കർത്താവിന് വേണ്ടി അല്പം സഹനം, അല്പമാണിത്. ഇതൊന്നൊരു സഹനം എന്ന് പറഞ്ഞാൽ സഹനത്തിന് നാണം വരും. അപ്പോൾ അതുകൊണ്ട് അല്പം സഹനം ഈശോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തല ഉയർത്തി കൈകുത്തി ഇരിക്കാതെ, നല്ല സ്റ്റൂളാണ് ബെസ്റ്റ്.
ചാരിയിരിക്കുന്ന കസേര കൊള്ളില്ല ധ്യാനങ്ങളിൽ. വെറുതെ സ്റ്റൂളായിരിക്കണം, അല്ല ബെഞ്ചായിരിക്കണം. ഉറക്കം തൂങ്ങിയാൽ വീഴണം, നാട്ടുകാരറിയണം. ഇത് സപ്പോർട്ട് ചെയ്യുന്നൊരു ബാക്ക് റെസ്റ്റ് ഉള്ളത് കൊണ്ട് ചാരി ഇരുന്ന് അങ്ങനെ ഉറങ്ങുക, കൈയൊക്കെ താടിക്ക് കൊടുത്തിട്ട് ഇരുന്ന് ഉറങ്ങുക. അയ്യേ, നാണമാവുന്നു കണ്ടിട്ട്. എനിക്കതെല്ലാവരെയും വ്യക്തമായിട്ട് കാണാം, എല്ലാവരെയും വ്യക്തമായിട്ട് കാണാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഉറങ്ങേണ്ടത് ഞാനാ. ഇന്നലെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല, പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. 4-5 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. 5 ദിവസമായിട്ട് കംപ്ലീറ്റ്ലി ഉറങ്ങിയിട്ടില്ല. 1 മണിക്കൂർ മാക്സിമം. 5 ദിവസവും കൂടി എടുത്താൽ 1 മണിക്കൂറാണ് കിടന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ വീഴണം, ഞാൻ തല ചുറ്റിയായി ഇവിടെ നിന്ന് ക്ലാസ് എടുക്കണേ. ആരോഗ്യത്തോടെ അല്ല, നിങ്ങൾ കുറച്ചെങ്കിലും വില തരണേ ഈശോയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു. പത്രോസ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി. ആരിൽ നിന്ന്? ശിഷ്യഗണത്തിൽ നിന്ന് ഈശോയെ മാറ്റി നിർത്തി. ആരാ? പ്രഥമ പാപ്പ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയെ മാറ്റി നിർത്തുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മാറ്റി നിർത്തുന്നത് എപ്പോഴാണ്? ഈശോയെ മാറ്റി നിർത്താനുള്ള നമുക്ക് പ്രേരണ കിട്ടുന്ന ഘടകം എന്താണ്? സഹനങ്ങൾ പ്രഘോഷിക്കുമ്പോഴാണ്. ഈശോ സഹനങ്ങൾ പറഞ്ഞപ്പോൾ ഈശോ മാറ്റി നിർത്തപ്പെട്ടു. ഇതാരും കേൾക്കണ്ട, കേട്ടാൽ അത് രജിസ്റ്റർ ആവും. അതുകൊണ്ട് കേൾക്കാതിരിക്കാൻ കർത്താവിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങിയ പത്രോസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പത്രോസ് പറയുന്ന തടസ്സത്തിൻ്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? യേശു പീഡ സഹിക്കാതെ രക്ഷ കൊടുക്കണം. ദൈവജനത്തിന് പീഡ സഹിക്കാതെ രക്ഷ കൊടുക്കുക എന്നുള്ളതാണ് പത്രോസിൻ്റെ ലക്ഷ്യം, മറ്റൊന്നുമില്ല. പീഡകൾ സഹിക്കാൻ നിൽക്കേണ്ട. നമ്മൾ ചിന്തിക്കും പത്രോസിന് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പത്രോസ് ഇത് പറയുന്നതെന്നാണ് നമ്മുടെ ചിന്ത. പത്രോസിന് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയല്ല പത്രോസ് ഇത് പറയുന്നത്. മറിച്ച് ഞങ്ങൾ ക്രിസ്തു രാജാവായാലും ഞങ്ങൾ ഏത് ലെവലിലെത്തും, ആ ലെവലിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യം വെച്ചിട്ട് നമ്മളാരും മറ്റുള്ളവരെക്കാൾ മേന്മ ഭാവിക്കരുത്. നിങ്ങൾ അല്പം പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാത്തവരുമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ആ കുടുംബത്തിൽ ദാസൻ്റെ ഭാഗം സ്വീകരിക്കേണ്ടത്. കാരണം ദൈവത്തെ അറിഞ്ഞവനാണ് സകലരുടെയും ദാസനായിട്ട് നിൽക്കേണ്ടത്. അവനാണ് ബാക്കിയുള്ള കുടുംബാംഗങ്ങളുടെ അടിമയായിട്ട് നിൽക്കേണ്ടത്. കാരണം ബാക്കിയുള്ളവർക്ക് ഈശോയെ അറിഞ്ഞിട്ടില്ല. സ്വർഗത്തിൻ്റെ അധിപൻ ലോകത്തിൽ വന്ന് മനുഷ്യന് കീഴിൽ പീഡ സഹിച്ചില്ലേ? ഇത് തന്നെയാണ് ദൈവത്തെ അറിഞ്ഞവൻ്റെ പ്രത്യേകത. ദൈവത്തെ അറിഞ്ഞവൻ ഒരിക്കലും സഹനത്തെ തള്ളിക്കളയത്തില്ല. ദൈവത്തെ സ്വീകരിക്കുന്നവൻ പരിശുദ്ധ കുർബാന ഉള്ളിൽ വസിച്ച 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പാപത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഉള്ളിലിട്ട കർത്താവിൻ്റെ അവസ്ഥ എന്താ? ഒരു വലിയൊരു ഇരുമ്പ് കൂടിനകത്ത് ഒരാത്മാവ് പ്രവേശിക്കപ്പെട്ട് അടിയിൽ തീയിട്ട് കൊളുത്തിയാൽ അതെങ്ങനെ ഇരിക്കും? അതിനകത്ത് പുറത്തേക്ക് ഓടിപ്പോകാൻ പറ്റാതെ അതിനകത്ത് വെന്തുരുകുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് ഈശോയെ സ്വീകരിച്ച് നീ ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് വ്യഭിചാരമെന്ന് പറയുന്ന പാപം. വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിൻ്റെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? വ്യഭിചാരം എന്ന് പറയുന്ന പാപം ഈശോ ഉള്ളിൽ വസിക്കുന്ന നിങ്ങളിൽ സാത്താനെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തി അവരുമായിട്ട് നിങ്ങൾ സംഗമിക്കുന്നതാണ് വ്യഭിചാരം. എതിർവശത്ത് നിൽക്കുന്നത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല. എൻ്റെ സെക്ഷുവൽ റിലേഷൻ ഞാൻ നടത്തുന്നത് ഡയറക്റ്റ് ഈവിൾ സ്പിരിറ്റുമായിട്ടാണ്, ഈവിളായിട്ടാണ്. ആ ഈവിളാണ് എതിർവശത്ത് നിന്ന് പല്ലെളിച്ച് ചിരിക്കുന്നത്. വ്യഭിചാരത്തിൻ്റെ അരൂപി വസിക്കുന്നവരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിരന്തരം ഒരു അലസതയിലായിരിക്കും. അവർക്കൊന്നിനോടും താല്പര്യം ഉണ്ടാവത്തില്ല. അവർ പഠിച്ചാൽ അവർ വിജയിക്കത്തില്ല. അവർക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല. ഇവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്താൽ ഈ മക്കളെ നോക്കില്ല. ഇവരിലെ ഈ അരൂപിയുള്ളിടത്തോളം കാലം ഇവരെല്ലാം ഒരു തരം നിസ്സംഗതാ മനോഭാവമായിരിക്കും എല്ലാത്തിനോടും പുലർത്തുന്നത്. ഈ അരൂപി ഇവരിലുണ്ടോ? ഇവരിങ്ങനെ എന്ത് പറഞ്ഞാലും കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഇവരെന്ത് പറഞ്ഞാലും ഇങ്ങനെ ഈ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുണ്ട് ഇവരിൽ.
അത് ആ ഒരവസ്ഥയിലായിരിക്കും ഇവർ പോകും. നമ്മൾ വിചാരിക്കും അനുതാപത്തിൻ്റെ ആണെന്ന്. ഒന്നുമല്ല, അവരിൽ ഈ ഒരു അവസ്ഥയുണ്ട്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഇത് അടുത്തതെപ്പോൾ എന്നുള്ള ചിന്ത പിശാച് കൊടുത്തുകൊണ്ടിരിക്കും. അടുത്തത് ഈ പാപം ഇനി എപ്പോൾ ചെയ്യാൻ പറ്റും? ഒരു തവണ കഴിഞ്ഞ് 2 ദിവസത്തേക്ക് അനുതാപവും 3-ാം ദിവസവും മുതൽ അങ്ങോട്ട് അടുത്ത തവണ ചെയ്യാനായിട്ടുള്ള ഡേറ്റ്, സാഹചര്യം, സന്ദർഭം, വ്യക്തികളെ അന്വേഷിച്ചായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ ട്രാക്ക് നിങ്ങൾ നോക്കിക്കോ. ഇതിനെ തിരഞ്ഞുപിടിക്കാൻ, ഇതിനുള്ള അവസരങ്ങൾ പാർത്തായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഈ സ്പിരിറ്റ് ഈ ഒരു സെക്ഷൽ റിലേഷനിലൂടെ ഇവരിലേക്ക് എടുക്കുന്ന ആധിപത്യമാണ്. പിന്നീട് അങ്ങോട്ട് അടുത്തത് പുതിയ ടേസ്റ്റ്, പുതിയ പാത്രത്തിൽ നിന്നുണ്ണാനുള്ള താല്പര്യത്തിലേക്ക് ഇവർ പോവാം. പുതിയ ടേസ്റ്റ് അന്വേഷിച്ച് പോകും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഇവരെ സംബന്ധിച്ച് കുടുംബമോ മക്കളോ ബന്ധങ്ങളോ മാതാപിതാക്കളോ ഒന്നും വിഷയമല്ല. അന്ധമാക്കി കളയും അവരുടെ കണ്ണുകളെ. ലോകത്തെ ബന്ധങ്ങളെ, കൂദാശകളെ കാണാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ കണ്ണുകളെ അന്ധമാക്കി കളയും. അവസാനം എന്തായിരിക്കും ഇവരുടെ അവസാനത്തെക്കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈ ഒരു പാപത്തിൽ ജീവിച്ചവരുടെ അവസാന നിമിഷങ്ങളിൽ പലരും എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അത് പറഞ്ഞാലത് കൂടിപ്പോവും. നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് അവരെത്തി നിൽക്കും. കാരണം ഈ അരൂപി നിന്റെ മൊത്തം ശരീരത്തിലേക്ക് അത് വ്യാപരിക്കും. രോഗിയായിട്ട്, നിത്യരോഗിയായിട്ട് മാറ്റപ്പെടുന്ന തലം നിൻ്റെ ശരീരത്തിലുണ്ടാവും. നിത്യരോഗാവസ്ഥയിലേക്ക് നിൻ്റെ ശരീരം പ്രവേശിക്കും. എല്ലാവരും ആരോഗ്യത്തോടെ ചെയ്യുമ്പോൾ നിനക്ക് ആരോഗ്യത്തോടെ ചെയ്യാൻ പറ്റാത്തത്, എല്ലാവരും എല്ലാം കഴിക്കുമ്പോൾ നിനക്കെല്ലാം കഴിക്കാൻ പറ്റാത്തത്, എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ അരൂപി, ഈ വ്യക്തിയിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ഈ അരൂപി ഇങ്ങനെ നിൽക്കും. ചില ഭവനങ്ങളിൽ ചെന്നാൽ ഒന്നിലധികം പേര് വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിലാണെങ്കിൽ ആ ഭവനത്തിലേക്ക് കയറരുതെന്ന് ഈശോ പറയും. പോകരുതെന്ന് പറയും. ഈശോ പറയും കയറരുത്. വെളിയിലേക്ക് അവരെ വിളിച്ച് അവിടെ നിന്ന് സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകാൻ പറയും. കയറരുത്, സംസാരിക്കരുതെന്ന് തന്നെ കർത്താവ് പറയും. ചെല്ലരുത്, സംസാരിക്കരുത്, പോവരുത്. അപ്പോൾ അവരിൽ നിന്ന് പുറപ്പെടുന്ന തിന്മ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ അരൂപി, ഈ ഒരു സ്പിരിറ്റ് ഉണ്ട് പ്രിയപ്പെട്ടവർ. ഈ സ്പിരിറ്റ് നമ്മളെ ഭരിച്ചിട്ടുണ്ടോ? ലേസി ആയിരിക്കും നമ്മൾ, ഒന്നിനോടും താല്പര്യമില്ല, പഠിക്കാൻ പറ്റില്ല. നമ്മളെ യൂത്തിനെ എടുത്ത് നോക്കിക്കോ, അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടം വരെ അവർ നന്നായിട്ട് പഠിച്ചു, പിന്നീട് ഒരു കാലഘട്ടം ആയപ്പോൾ അവർക്ക് പഠിക്കാതെ പഠനത്തിൽ നിന്നെല്ലാം പിന്നോട്ട് മാറുന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഇതാ. ക്ലിയറാണ്. ഒത്തിരി നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അരൂപിയ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പല കോളേജുകളുടെയും ചേർന്ന് പ്രവർത്തിക്കുന്ന പല ബിൽഡിങ്ങുകളും 1 മണിക്കൂർ 2 മണിക്കൂറിന് റെൻറ്റ് കൊടുക്കുന്ന എത്രയേറെ ബിൽഡിങ് കൊച്ചിയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1 മണിക്കൂറിന് കിട്ടും, നമുക്ക് 1.5 മണിക്കൂറിനൊക്കെ റെൻറ്റഡ് ആയിട്ട് ബിൽഡിങ് റൂംസ് അവൈലബിൾ ആണ് കൊച്ചിയിൽ. അതെല്ലാം കൊച്ചിയിലെ പ്രമുഖമായിട്ടുള്ള കോളേജുകളോട് ചേർന്നാണ് ഇതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. 1.5 മണിക്കൂർ 2 മണിക്കൂർ 3000-2000 മുതൽ അങ്ങോട്ട് റെൻറ്റിന് റൂംസ് കിട്ടാൻ അവൈലബിളാണ്. അപ്പോൾ ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നതായിരിക്കും വേണ്ടിയിട്ടാണ്. ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഈ പാപത്തിൽ ഒഴുകി ജീവിക്കുന്നവർക്ക് അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അരൂപികളുണ്ടെങ്കിൽ ഇത് അന്വേഷിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളെവിടെ നോക്കിയത് കണ്ടുപിടിക്കാനും പറ്റില്ല. പക്ഷെ നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്കിയോ, അഡ്രസ്സും ഫോൺ നമ്പറും അവരുടെ കയ്യിലുണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പല കോളേജുകളിലും യൂത്തിൻ്റെ ധ്യാനത്തിന് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ കോളേജുകളിൽ യൂത്തിൻ്റെ ധ്യാനത്തിന് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം മുഴുമിപ്പിക്കാൻ ഈ അവിടെയുള്ള മക്കൾ തന്നെ തടസ്സം നിൽക്കും. ഓരോ ബാച്ചായിട്ട് അവിടെ നിന്ന് സിസ്റ്റേഴ്സാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓരോ ബാച്ചായിട്ട് ധ്യാനം കണ്ടക്ട് ചെയ്യും. ഓരോ ബാച്ച് വരുമ്പോൾ ചങ്കിടിപ്പാണ്. എന്താണ് ഇനി കേൾക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ചങ്കിടിപ്പാണ്. കാരണം ഹൈ റാങ്കിങ് സ്പിരിറ്റാണ് പ്രവർത്തിക്കുന്നത് അവരിൽ. ഹൈ റാങ്കിങ് സ്പിരിറ്റാണ്. അത് കോളേജിൽ നിന്ന് കിട്ടി, ഭവനത്തിൽ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് കിട്ടി, ഇതൊന്നും അന്വേഷിച്ച് പോകണ്ട. പക്ഷേ അവരിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഹൈ റാങ്കിങ് ആണ്. അത് ഇങ്ങനെ സ്പ്രെഡാക്കിക്കൊണ്ടിരിക്കുക. ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള മക്കളാണ്.
ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ യൂത്തിൻ്റെ ധ്യാനം, കോളേജ് സ്റ്റുഡൻസിന് ധ്യാനം വെച്ചു. ഡിഗ്രി സ്റ്റുഡൻസാണ്, ഗേൾസ് മാത്രമേ ഉള്ളൂ. ക്ലാസ് എടുത്ത് കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞു, ഒരു 15 കുട്ടികളെ ബ്രദറെ, ഒരു 15 കുട്ടികൾ, 100-200 കുട്ടികളെ വെച്ചിട്ടുള്ളൂ. ഒരു 3000-4000 കുട്ടികളുള്ള ക്യാമ്പസാണ്. ഒരു 100-200 കുട്ടികളുടെ ധ്യാനത്തിൽ ഒരു 15 കുട്ടികളെ അവർ സെലക്ട് ചെയ്ത് എന്നോട് പറഞ്ഞ് കാണണം, എല്ലാവരെയും കാണേണ്ട, അവരെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ മിക്കവാറും കാണാതെ പോരാനും ശ്രമിക്കുകയുള്ളൂ, പക്ഷേ ഇവർ അത്യാവശ്യമാണ് ബ്രദറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം മൂലം ഇവരുടെ ഫേസ് കാണണം. നിങ്ങൾ ഫേസിൽ ഒരു ഗ്രേസ് പോട്ടെ ഇല്ല. രണ്ടാമത്തേത് അവരുടെ ഒരു നാച്ചുറലി അവർക്കൊരു ഭംഗി ദൈവം കൊടുത്തിരിക്കുന്നുണ്ട്, അതും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. മൂന്നാമത്തേത് ഇവർ ഈ പാപത്തിന് വേണ്ടി, അതായത് ഡ്രഗ് അഡിക്റ്റഡായി ആ ഡ്രഗിൻ്റെ അവസ്ഥയിൽ നിന്നാലേ, എന്നോടൊരു പെൺകുട്ടി പറഞ്ഞാൽ ഡ്രഗ് യൂസ് ചെയ്തിട്ട് സെക്സ് ചെയ്താലേ തൃപ്തിയാവുകയുള്ളൂ. അവൾ പറയുക ഡ്രഗ് എടുത്തിട്ട്, ഞാൻ ചോദിച്ചത് എൻ്റെ വീട്ടുകാർക്ക് അവർക്കൊന്നും അറിയത്തില്ല ബ്രദറെ, പച്ചയ്ക്കാ പറയണം, അവർക്കൊന്നും അറിയില്ല. മാതാപിതാക്കൾ വെറും വെടിപ്പെട്ടികളാണ്. നിങ്ങൾ ഫോൺ നോക്കിയിരുന്നോ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഭംഗിയായിട്ട്. കാരണം ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഒരെണ്ണത്തിന് നല്ലത് കിട്ടാനില്ല, ഒരെണ്ണമില്ല. മാതാപിതാക്കളിൽ പരസ്പരം ഒന്ന് ഇടയ്ക്ക് ഫോണെടുത്ത് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാര്യയും ഭർത്താവും, അവിടെ നിന്നും കിട്ടും, പലതും അവിടെ നിന്നും കിട്ടും. ഇത് തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, വൃത്തിയായി പറ്റിക്കുന്ന കാലഘട്ടമാണിത്. പണ്ട് കാലങ്ങളിൽ പറ്റിക്കുന്നത് പിടിക്കപ്പെടാറുണ്ട്, പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ പിടിക്കപ്പെടാതെ പറ്റിക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഭർത്താവും എല്ലാം. പിടിക്കപ്പെടില്ല. നിങ്ങൾ പറ്റിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ നിൽക്കുന്ന ഇടം മണ്ണ് കാലിനടിയിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് കെട്ടുകിടക്കും. വ്യഭിചാര ദുർബോധമുള്ള കുടുംബങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, സാമ്പത്തികമായിട്ട് ഉയരില്ല. അവരെങ്ങനെയെല്ലാം അധ്വാനിച്ചാലും ആ ഒരു ഗ്രാഫ് ഉയരത്തിൽ അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതിങ്ങനെ താഴേക്കേ ഉള്ളൂ. അവസാനം മടുക്കും. ബന്ധങ്ങൾ നിലനിൽക്കില്ല. വ്യക്തിബന്ധങ്ങൾ താറുമാറാകും. കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ മാറത്തില്ല. പിന്നെ മറ്റൊന്നാണ് ഒന്നാം പ്രമാണ ലംഘനം. ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത്, ഒന്ന് ലംഘിച്ചവൻ 6 ലംഘിക്കും. ഒന്നാം പ്രമാണം ലംഘിച്ചവൻ 6ആം പ്രമാണം ലംഘിക്കും. 6ആം പ്രമാണം ലംഘിച്ചവൻ 1ആം പ്രമാണവും ലംഘിക്കും. കാരണം തമ്മിലൊരു കണക്ഷനുണ്ട്, അതങ്ങനെ നിൽക്കുകയുള്ളൂ, അതങ്ങനെ വരുള്ളൂ. പിശാച് അങ്ങനെ നിർത്തുള്ളൂ. ഈ 2 പ്രമാണങ്ങൾ ലംഘിച്ച വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ അവൻ്റെ ആത്മസ്ഥിതി തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. 1ആം പ്രമാണവും 6ആം പ്രമാണവും ഒരുമിച്ച് ലംഘിച്ച വ്യക്തിക്ക് പിന്നെ ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല. ഈശോയിലേക്ക് ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല. വന്നാലും നിലനിൽക്കില്ല. അതാണ് 1-6 പ്രമാണങ്ങളുടെ ലംഘനങ്ങളുടെ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്ന വസ്തുക്കളുണ്ട്, ചില തകിടുകൾ, ഏലസുകൾ, മന്ത്രച്ചരടുകളൊക്കെ. ദിവസങ്ങളിൽ ഒരമ്മയ്ക്ക് വേണ്ടി ഞാൻ ഞാനത് എറണാകുളത്തുള്ള ക്ലാസ്സിൽ അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഒരമ്മ മരിക്കുന്നില്ല, അത്ര വർഷമായി മരിക്കുന്നില്ല, ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഒത്തിരി പേര് അവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കറിയാവുന്ന ഒത്തിരി പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ നല്ലൊരു ഫാമിലിയാണത്. ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിച്ചു പോയി. അപ്പം ഞാനിങ്ങനെ ഈശോയെ ഇത് വെളിപ്പെടുത്തിത്താ എന്താണ്, പോണോ. അങ്ങനെ ഈശോ സന്ദേശം കിട്ടി. ഞാൻ ചെന്നു. എന്നെ വിളിച്ച് പറഞ്ഞൊരു ആൾ എനിക്ക് വേണ്ടപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചെന്നതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കുറേ അരൂപിയുടെ അതിലൊരു രൂപം ഇങ്ങനെ ഈശോ ഇങ്ങനെ കാണിച്ചു തരിക. ഈശോ ഇതെന്താ ഈശോ, കയറണോ വേണോ? ഇങ്ങനെ ചങ്ങലയിട്ട് വീട് കെട്ടിപ്പൂട്ടി നിർത്തിയിരിക്കുക. സനൻ പ്രാർത്ഥിച്ച് ബന്ധിച്ച് അകത്ത് ചെന്ന് ഇരിക്കുക. ഈശോ നീ വെള്ളം കുടിക്കരുത്, നീ തല ഉയർത്തി നോക്കണ്ട, നീ താഴേക്ക് കുനിഞ്ഞിരുന്ന് അവരോട് സംസാരിച്ചാൽ മതി. കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ സന്ദേശങ്ങൾ എടുത്തെന്ന് തുടങ്ങിയാൽ ആദ്യം ഞാൻ ചോദിച്ചു, ആരാണ് ജാതകം എഴുതി വെച്ചിരിക്കുന്നത്? ജാതകം എഴുതി സൂക്ഷിച്ചതാണ്. ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. എല്ലാവരും പരസ്പരം നോക്കുക. 8-10 പേര് നിൽക്കുക. അപ്പോൾ ഒത്തിരി പേര് വന്നു പോയതുകൊണ്ട് ഇവർ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചങ്ങോട്ട് പോകുന്ന വിചാരിച്ചത്.
മരിക്കാറായി കിടക്കുന്ന പേഷ്യൻ്റ് ആ റൂമിൽ കിടക്കുക. ഞാൻ അവരെ കാണാൻ പോലും നിൽക്കുന്നില്ല. അവരെ കാണേണ്ട കാര്യമില്ല, അവരല്ല പ്രശ്നം. ഒരു വ്യക്തി മരിക്കാറായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള സാഹചര്യം ഒരുക്കുന്നത് ആരാ? മരിക്കേണ്ടത് മരിക്കണം. മരിക്കേണ്ട സമയത്ത് മരിച്ചില്ലെങ്കിൽ അപകടമാണ്. മരിക്കുന്നതിന് മുൻപ്, മരിക്കേണ്ട സമയത്തിന് മുൻപേ മരിച്ചാലും മരിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് മരിക്കാതെ കിടക്കുന്നതും വളരെ അപകടമാണ്, വളരെ അപകടമാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥയുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലത്. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ആരാണ് ജാതകം എഴുതി വെച്ചിരിക്കുന്നത്? ജാതകം എഴുതിയാണ്, ജാതകം എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെയും ആരാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആണ്, പക്ഷെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ പറഞ്ഞു ജാതകം എടുത്തുകൊണ്ട് പോവാം. ഇവർ പറഞ്ഞു, ഇവർ എല്ലാവരും ഷൗട്ട് ചെയ്യുക എന്നോട്. ഇത്രയും നാൾ വന്നിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, കുറേ പറഞ്ഞു. അവസാനത്തിൽ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ ചേച്ചിയെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല, ഇവരാരാണെന്ന് എനിക്കറിയത്തില്ല. ചേച്ചിയോടാണ് ഞാൻ പറഞ്ഞു പോയി എടുത്തുകൊണ്ട് പോവാം. അവർ എന്നിട്ട് ഇന്ന് കരയാൻ തുടങ്ങി. അവരവരുടെ മക്കളുടെ പേരിൽ ജാതകം എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രത്തോളം പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ ഇത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവർ നോക്കിയിട്ട് ഈ സംഭവം കാണുന്നില്ല. ഞാൻ പറഞ്ഞു 9 ദിവസത്തിനുള്ളിൽ ആ സ്ത്രീ മരിക്കുന്നില്ല. ഇത്ര വർഷമായിട്ട് കിടന്നിട്ട് മരിക്കാത്ത, ഞാൻ പറഞ്ഞു 9 ദിവസത്തിനുള്ളിൽ മരിക്കുക. ജാതകം എടുത്ത് കത്തിക്കുക. എന്തിനാ എഴുതി വെച്ചിരിക്കണേ? 1-ാം പ്രമാണ ലംഘനം ചെയ്തിട്ടുണ്ടോ ആ കുടുംബത്തിലെ മക്കളോ? പാപത്തിലാ, വ്യഭിചാരത്തിലാ. ഒരു ജാതകം എഴുതി അമ്മ വെച്ചാൽ മക്കള് 1-ാം പ്രമാണം ആയിരിക്കില്ല ലംഘിക്കണത്, മക്കൾ ലംഘിക്കുന്നത് 6-ാം പ്രമാണമായിരിക്കും. 1-ന്റെ കെട്ട് നിന്റെ ഭവനത്തിൽ നീ കെട്ടിയിട്ടിട്ടുണ്ടോ? നിന്റെ കൂടപ്പിറപ്പുകൾ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ ഭർത്താവ്, നിന്റെ മാതാപിതാക്കൾ ആരാണോ 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടാവും. 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടാവും. അങ്ങനെയേ വരൂ. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കിടക്കണേ. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ മരിച്ചു. ഞാനത് എടുത്ത പിന്നീട് ഞാൻ പറയും ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു പോന്നു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അത് എടുത്താൽ മരിക്കും. വേറൊന്നും ആ സ്ത്രീക്ക് വേണ്ടി അവരെ ചെന്ന് ബന്ധിച്ച് പൂട്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ തെറ്റ് തിരുത്തിയാൽ ആ ആത്മാവിനെ ഈശോ സ്വീകരിക്കും. തെറ്റ് തിരുത്താത്തടത്തോളം ആത്മാവ് അവിടെ കെട്ടപ്പെട്ട് കിടക്കും, പോവില്ല. തെറ്റ് തിരുത്തുന്നില്ല. തെറ്റ് തിരുത്തിയാൽ ആത്മാവിന് ഫ്രീ ആകാം. പക്ഷെ ഇവർ തെറ്റ് തിരുത്തുന്നില്ല. ഇതേ തെറ്റ് ചെയ്താൽ ഒരു 60-70 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടത് ഒരു 30-ൽ വല്ല ആക്സിഡൻറ്റിലോ സൂയിസൈഡിലോ തീരും കുടുംബത്തിലുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ ഇവൻ ഇങ്ങനെ ചെയ്തത്, ഇവളിങ്ങനെ ചെയ്തത്, എന്തിനാ ഇതിങ്ങനെ ചെയ്തത്? എനിക്ക് പരിചയമുള്ളൊരു മകൻ, അവനവൻ്റെ നല്ല പ്രായത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ച അവൻ സൂയിസൈഡ് ചെയ്യുക. വീട്ടുകാർക്ക് അറിയില്ല കാരണം എന്താ ബ്രദറെ, കാരണം എന്താ? ഞാൻ പറഞ്ഞു എന്ത് കാരണം? നിങ്ങൾ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യും വീട്ടിലോട്ട്. ആരുണ്ട് വീട്ടിൽ ഇന്നയാളുണ്ട്. അവന് എൻ്റെ ഫോൺ തരാം, നിങ്ങൾ വീഡിയോ കോൾ ചെയ്തു. അവിടെ ചെന്നു ആ സാധനം ഞാൻ പറഞ്ഞു കോളിലൂടെ ഞാനിങ്ങനെ സംസാരിച്ചു പറഞ്ഞു, ഇത് ഇന്ന ഡയറക്ഷൻ ഇവിടെ ചെല്ല്, ഇന്നതിൻ്റെ അടിയിൽ ഇന്നതിരിപ്പുണ്ട്, എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോൾ തകിടും കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ? 6-ാം പ്രമാണം ലംഘിക്കും. 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ? ബാക്കി അലസതയും കടബാധ്യതയും ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടെ പുറപ്പായിക്കോളും. കുടുംബത്തിൻ്റെ റേഷൻ കാർഡിൽ പിന്നെ ഇതും കൂടി ചേരും. അത്രയേ ഉള്ളൂ. മാറില്ല എന്നർത്ഥം. മാറില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർ ആ ജാതകം എടുത്ത് എന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ കിട്ടി, മരിച്ചു. ഞാൻ പറഞ്ഞത് എടുത്ത് ഇന്ന പോലെ ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കത്തിച്ച് കളഞ്ഞ് ആ സ്ത്രീ മരിച്ചു. ആ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാവ് വിടാത്തതാരാ? നമ്മുടെ പാപങ്ങൾ കെട്ടിയിട്ടു. ആരേ? ജീവിതം കഴിഞ്ഞ് അനുവദിക്കപ്പെട്ട കാലയളവ് പൂർത്തിയാക്കിയാൽ തിരിച്ചു പോകണം. കെട്ടിക്കിടക്കരുത് ഇവിടെ. ഞാനും നിങ്ങളും നമ്മുടെ കൂടെയുള്ളവരും അനുവദിക്കപ്പെട്ട കാലയളവ് കഴിഞ്ഞോ, ഈശോ തിരിച്ചെടുക്കേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ തിരിച്ചു പോകണം. ഈശോ തിരിച്ചു പോകേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അതിനു മുന്നേ പോകാനും പാടില്ല. അതിനു മുന്നേ പോകരുത്. 102 സങ്കീർത്തനം 24-ാം വാക്യം പറയുന്നുണ്ട്, വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ തിരികെ വിളിക്കരുത് എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തിരിച്ചു വിളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന ചാൻസാണ്, ദൈവം വിളിക്കുന്നതല്ല. ആത്മാവ് അതിൻ്റെ കാലയളവ് പൂർത്തിയാക്കണം.
ദൈവം നിശ്ചയിച്ചത് 90 പറയുന്ന സങ്കീർത്തനം, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 പ്രായം. അപ്പോൾ 70 80 ആ ഒരു റേഞ്ചിൽ നമ്മൾ എത്തി കാലയളവ് പൂർത്തിയാക്കുമ്പോൾ ഈ 70 അല്ലെങ്കിൽ 80 വയസ്സിന് കാലം ജീവിച്ചിരിക്കുന്ന ദീർഘായുസ്സല്ല അവിടെ പ്രാധാന്യം. ഈ 70-80 വർഷത്തിനുള്ളിൽ ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള പുണ്യപ്രവൃത്തികളിലൂടെ, ദണ്ഡവിമോചന പ്രാർത്ഥന അഭിഷേകങ്ങളിലൂടെ, നിനക്ക് നിൻ്റെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ ഈ ആത്മാവ് കടന്നു പോകുമ്പോൾ മരണശേഷം ഈ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കാലയളവ് ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്നതെങ്കിൽ, ഈ കാലയളവിൽ നീ ഒരുപാട് സമ്പാദിക്കുന്നതിലല്ല, നീ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ചിരിക്കണം. അനുദിനം നമ്മൾ കുരിശടയാളം വരക്കുമ്പോൾ ദണ്ഡവിമോചനമുണ്ട്. എത്രയും തേളം മാതാവെ ചെല്ലുന്നതിൽ ഭാഗിക ദണ്ഡവിമോചനമുണ്ട്. ഇങ്ങനെ നമ്മളുടെ കുടുംബ പ്രാർത്ഥന മൊത്തം എടുത്താൽ അതിൽ 7, 8, 9, 10 ദണ്ഡവിമോചനങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നത്. ഇത് അനുദിനം പ്രാർത്ഥിച്ച് പോകുന്ന കുടുംബ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ മരണശേഷം അവൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ഒത്തിരി പീഡയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. ശുദ്ധീകരണ സ്ഥലം പീഡയല്ല എങ്കിൽ പോലും, വിശുദ്ധീകരണമാണെങ്കിൽ പോലും ആ ഒരു അഗ്നി വിശുദ്ധീകരണത്തിലൂടെ പോകേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ കാലയളവ് ചുരുക്കാൻ പറ്റും. ആ വ്യക്തി ഒരു 30 പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കിയുള്ള കാലയളവിനെ കുറിച്ച് ഒരു ബോധ്യം, കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഈ ആത്മാവ് 60 തീരേണ്ടത് 30 തീർന്നാൽ, തീരാൻ നിങ്ങൾ വഴിവെക്കാതെ അത് തീരില്ല. നിങ്ങൾ വഴിവെക്കാതെ ദൈവം ആയുസ് മുറിക്കില്ല. നമ്മൾ പറയും നല്ലവരെ കർത്താവ് നേരത്തെ വിളിക്കുമെന്ന്. ഒന്നുമല്ല, നല്ലവരാണ് ഏറ്റവും അവസാനം പോവുള്ളൂ. കാരണം മറ്റൊന്നല്ല, കാരണം അവരെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ട്. അവരിലൂടെ ആത്മാക്കളെ നേടുക എന്നുള്ളത് കർത്താവിന് ആവശ്യമുണ്ട്. അവരിലൂടെ ഈ ലോകത്തിന് എന്താ പറയുക, ഒത്തിരി ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന കർത്താവിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇതുണ്ടാകും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കുമ്പസാരമായതുകൊണ്ട് ഞാൻ പറയും, 1-ാം പ്രമാണത്തിൽ 1, 2, 3 കൽപ്പനകൾ. നിൻ്റെ ദൈവമായ കർത്താവ് ഞാൻ, അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് കൽപ്പനയല്ല. അതിനുശേഷം വരുന്നതാണ് കൽപ്പന. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ചെയ്യരുത്, ഉണ്ടാവരുത്, ചെയ്യണം. ഇങ്ങനെ പറഞ്ഞതേ കൽപ്പനയുള്ളൂ. 1-ാമത്തെ കൽപ്പനയിൽ ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. അത് അങ്ങനെ തന്നെ നിൽക്കും. അത് കൽപ്പനയല്ല. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ കൽപ്പനകൾ പറയാൻ തുടങ്ങുക ദൈവം. ആദ്യത്തെ കൽപ്പനയിലുള്ള ഫസ്റ്റ് സെഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈശോ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. നീ ക്രിസ്ത്യാനിയാണോ, നീ കത്തോലിക്കനാണോ, നീ ദൈവവിശ്വാസിയാണോ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. വഴി മാറി ആരാധിക്കരുത്, ഞാനാകുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ കൽപ്പന, കർത്താവിൻ്റെ നാമം പരിശുദ്ധമായിട്ട് വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഇത് 3ഉം 1-ാം പ്രമാണം തന്നെയാണ്. ഇത് 3ഉം 1-ാം പ്രമാണം തന്നെയാണ്. ഇതിലേത് ലംഘിച്ചാലും 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാണ്. ബാക്കി 4 മുതൽ 10 വരെയാണ് മനുഷ്യരോട് പാലിക്കേണ്ട കൽപ്പനകൾ ദൈവം തന്നിട്ടുള്ളൂ. ആദ്യത്തേത് 3ഉം സ്വർഗത്തിനുള്ളതാണ്. സ്വർഗത്തിനെതിരായിട്ട് ഡയറക്റ്റ് നീ ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾ 1-ാം പ്രമാണത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ ദിവസം, ഇത് 3ഉം ദൈവത്തിൻ്റേതല്ലേ? എത്ര ബലി നിങ്ങൾ മുടക്കിയിട്ടുണ്ട്. കടപ്പെട്ട ദിവസങ്ങളിൽ പരിശുദ്ധ ബലി മുടക്കിയവർ എത്രയോ പേര്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്ത എത്രയോ പേര്. ചാവ് ദോഷമാണ് ഞായറാഴ്ച കുർബാന മുടക്കിയാൽ. സഭ പഠിപ്പിക്കുന്ന അനുസരിച്ച് ചാവ് ദോഷമാണ്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്നിരിക്കട്ടെ, ഇന്ന് കുർബാന സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കെ കുർബാന എനിക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ല, മടി പിടിച്ച് കിടന്നുറങ്ങി, ഞാൻ നേരം വെളുപ്പിച്ചു, തിങ്കളാഴ്ചയായി. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് കിട്ടേണ്ട ബലി, കടപ്പെട്ട ദിവസങ്ങളിൽ എനിക്ക് കിട്ടേണ്ട ബലിയെ ഞാൻ ബ്ലോക്ക് ചെയ്തു, ബലി സ്വീകരിക്കുന്നില്ല. ഈ ബലി ഞാൻ മുടക്കി, ഞാൻ പിറ്റേ ദിവസം മരിച്ചാൽ എനിക്ക് ഡയറക്റ്റ് നരകമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ചാവദോഷം. അത് ജോലിയുടെ പേരിലോ മറ്റേതെങ്കിലും തിരക്കിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും സൺഡേ മാസം നിങ്ങൾ മുടക്കുന്നുണ്ടോ, ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലുമുള്ള പരിശുദ്ധ കുർബാന മുടക്കി വിശുദ്ധ കുമ്പസാരം നടത്താതെ നീ മരിച്ചാൽ ഡയറക്റ്റ് നരകമാണ്. ഇതിനെയാണ് ചാവുദോഷം എന്ന് പറയുന്നത്. നരകത്തിന് അർഹമായിട്ടുള്ള പാപമാണത്, ക്ഷമിക്കപ്പെടില്ല. നമ്മുടെ മക്കൾ എത്ര കുർബാന ഞായറാഴ്ചകളിൽ മുടക്കുന്നുണ്ടെന്ന് അമ്മമാരൊന്ന് അറിഞ്ഞു വെച്ചോ, മാതാപിതാക്കളൊന്ന് അറിഞ്ഞു വെക്കുക. നമ്മുടെ മക്കളെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ വിടുമ്പോഴും ജോലിക്ക് വിടുമ്പോഴും ജോലിയായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഇസ്ലാം കൺട്രികളിലേക്ക് നമ്മൾ പോകുമ്പോഴും പരിശുദ്ധ ബലി അവിടെ കിട്ടുന്നില്ലേ?
ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തിക്കുമോ? കാരണം അവിടെ നിന്ന് നീ തിരിച്ചു വന്നാൽ നിനക്ക് ജോലിയേ പോവുള്ളൂ. ജോലി എവിടെയും കിട്ടും, പക്ഷെ കുർബാന പോയാൽ അതെവിടെയും കിട്ടില്ല. പുരോഹിതരോട് ചുറ്റിപ്പറ്റി ജീവിക്കുക മീൻസ് പരിശുദ്ധ കുർബാന അത് കിട്ടാതെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം അപൂർണമാണ്. ഒരു ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ലേ, നിൻ്റെ ആ ഒരു ദിവസം അപൂർണമാണ്. പൂർണ്ണമല്ല, അപൂർണമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഏക പരമയാഗത്തെ നമ്മൾ നിരസിച്ചിട്ടുണ്ടോ? മൂന്നാമത്തെ കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്നതിൽ നിന്ന് നീ വിരമിച്ചിട്ടുണ്ടോ? നീ അറിയുന്നില്ല നീ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ള ബോധ്യം നിനക്ക് കിട്ടുന്നില്ല. സാത്താൻ അത് തരില്ല. കുഴപ്പമില്ല, അപ്പോൾ ഒന്നും പറ്റിയില്ല, ഇങ്ങനെ നീ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ കുഴപ്പമുണ്ട്, എല്ലാം പറ്റിയിട്ടുമുണ്ട്. നീ കടുത്ത പാപത്തിലൂടെ കടന്നു പോകുന്നത്. നാളെ നിൻ്റെ മക്കളുടെ ദുരിതം നിൻ്റെ കണ്ണ് കാണേണ്ടി വരും. 1, 2, 3 കൽപ്പനകൾ ലംഘിച്ചാൽ അതിൻ്റെ ദുരിതം മക്കളിൽ, കുടുംബത്തിൽ ആ രൂപി നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ലംഘിച്ചതല്ലേ എന്നിലേക്ക് വരട്ടെ എന്ന് പറയരുത്. നീ താമസിക്കുന്ന കുടുംബത്തിൽ നീ ഒറ്റയ്ക്കല്ല, ബാച്ചിലർ അല്ല. ആ കുടുംബത്തിലേക്കാണ് നീ കടന്നു വരുന്നതെങ്കിൽ നിന്നോട് കൂടെയുള്ളതെല്ലാം ആ കുടുംബത്തിലേക്ക് കടന്നു വരും. നന്മ ചെയ്താൽ അതിൻ്റെ വിഹിതം ആ കുടുംബത്തിലുണ്ട്. നീ ചെയ്യുന്ന പാപമാണെങ്കിൽ അതിൻ്റെ വിഹിതം ആ കുടുംബത്തിലുണ്ട്. അത് അവിടെ നിൽക്കും. അടുത്ത ആളെ കൊണ്ട് അടുത്ത പണി എടുപ്പിക്കാൻ അതിനറിയാം. ഓരോ പ്രായത്തിനനുസരിച്ച് ഈ അരൂപി എങ്ങനെ ആ വ്യക്തിയിൽ കയറണമെന്ന് പിശാചിന് വ്യക്തമായിട്ട് അറിയാം. നീ കുർബാന ലംഘിച്ചാൽ അടുത്തയാൾ കുർബാന തന്നെ ലംഘിക്കണമെന്നല്ല. അതിനെക്കൊണ്ട് ചിലപ്പോൾ വ്യഭിചാരമായിരിക്കും ചെയ്യിക്കുന്നത്, മാതാപിതാക്കൾക്കെതിരെ ആയിരിക്കും അത് തിരിയുന്നത്, ഡ്രഗ് അഡിക്ഷനിലേക്കായിരിക്കും അത് പോകുന്നത്. പക്ഷേ അതിൻ്റെ സോഴ്സ് കൊണ്ടുവന്ന് വെക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന വ്യക്തിയെ, ചാവുദോഷത്തെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് വരുത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് ജീവിക്കാതിരിക്കുന്ന നല്ലത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ചാവുദോഷം. ഇതിനെ നമ്മൾ വെച്ച് പൊറപ്പിക്കരുത്. പരിശുദ്ധ കുർബാന ദിവസവും പോകാൻ പറ്റിയ ദിവസവും പോവാം. കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലേ, ഞായറാഴ്ച കടപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ പരിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ടാവണം. പരിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധാരണ നീ എൻ്റെ മുമ്പിൽ നിന്ന് ദൂരെ പോകും. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പം നമ്മുടെ ചിന്ത ദൈവികമാകുന്നത് എപ്പോഴാണ്? ദൈവിക കാര്യങ്ങളിൽ ഞാൻ താല്പര്യം കാണിക്കുമ്പോൾ മാത്രമാണ്. ദൈവിക കാര്യം എന്താണ്? സഹനമാണ് ദൈവിക കാര്യം. ദൈവത്തെ നേടാൻ, കൽപ്പനകൾ പാലിക്കാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നീ എടുക്കുന്ന സഹനത്തെ ദൈവം മാനിക്കുന്നുണ്ട്, ദൈവം സ്വീകരിക്കുന്നുണ്ട്. അതിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒത്തിരി ദുരനുഭവങ്ങളിലൂടെ നീ കടന്നു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, ഒത്തിരി പാപത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? നിങ്ങൾക്കുള്ള ഒരു റെമഡിയുള്ളൂ, പരിശുദ്ധ കുർബാന. എല്ലാ പ്രാവശ്യവും നമുക്ക് ധ്യാന കേന്ദ്രത്തിന് ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. വർഷത്തിലൊരു ധ്യാനം, അതിൽ കൂടുതലൊന്നും ധ്യാന കേന്ദ്രത്തെ നിങ്ങൾ ആശ്രയിക്കരുത്. ഒരു വർഷം ഒരു ധ്യാനം, അത് മതി. വാർഷിക ധ്യാനം മാത്രം മതി, അതിനപ്പുറത്തേക്കല്ല ധ്യാനങ്ങൾ. ബാക്കിയുള്ള ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ബാക്കിയുള്ള ധ്യാനം പരിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും, ഈ 2 ധ്യാനം മുടക്കരുത് ദിവസവും. ഈ 2 ധ്യാനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുക. ആ 2 ധ്യാനത്തെ പ്രതി വിശുദ്ധ കുമ്പസാരം ചെയ്യുക. നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് മേൽഗതിയേ ഉണ്ടാവുള്ളൂ. അവരൊരു കാലത്തും വീഴില്ല. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അവരുടെ കുടുംബം കാലാകാലങ്ങളോളം നിലനിൽക്കും. അവിടെ ചിതലും മറ്റൊന്നും കുത്തത്തില്ല. അവിടെ ആ കുടുംബങ്ങളിൽ ഇഴജന്തുക്കൾ പ്രവേശിക്കത്തില്ല. ആ കുടുംബത്തിൽ അകാല മരണങ്ങൾ ഉണ്ടാവത്തില്ല. ആ കുടുംബം നാശത്തിലേക്ക് പ്രവേശിക്കില്ല. ആ കുടുംബം സദാകാലം നിത്യകാലം പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കണമോ? പരിശുദ്ധ കുർബാന മുടക്കല്ലേ. പരിശുദ്ധ കുർബാന മുടക്കരുത്. ബലി അർപ്പിക്കുന്നത് മുടക്കരുത്. അയോഗ്യതയോടെ ബലി അർപ്പിക്കരുത്. അയോഗ്യതയോടെ നീ കർത്താവിൻ്റെ മേശ പങ്കിടരുത്. അയോഗ്യതയോടുകൂടെ ബലിയിൽ, അവിടെ ആരും അയോഗ്യരായിട്ടുള്ളവരാരും ബലിയിൽ സ്വർഗത്തിൽ നിന്നെത്തുന്നില്ല. എല്ലാവരും തികഞ്ഞ യോഗ്യരാണ്. ആ ഒരു ഗ്യാങ്ങിലേക്ക് നീ പേര് ചേർക്കപ്പെടുകയാണ് പരിശുദ്ധ കുർബാനയിൽ. അത് മാത്രം മതി. പോയെടുത്തുനിന്ന്, ചാരം മൂടിക്കിടക്കുന്നിടത്തുനിന്ന് ആളിക്കത്തുന്ന അഭിഷേകത്തിലേക്ക് വരാൻ ഹോളി മാസ് പരിശുദ്ധ കുർബാന മാത്രം മതി പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് കിട്ടാത്തതൊന്നും മറ്റെവിടെ നിന്നും കിട്ടില്ല.
നിങ്ങൾ എത്ര വലിയ അഭിഷേകത്തിൻ്റെ ധ്യാനങ്ങൾ കൂടിയാലും കുർബാന മുടക്കി ആണോ തുടർന്നുള്ള ജീവിതം, നിലനിൽപ്പിനുള്ള ധ്യാനങ്ങളൊന്നും നിങ്ങൾ കൂടണമെന്ന് ഞാൻ പറയില്ല. പകരം നിലനിൽപ്പിനുള്ള ബലി അർപ്പിച്ചാൽ മതി. ഒരു ധ്യാനം കൂടിയാൽ അടുത്ത ധ്യാനം വരെ ബലി മുടങ്ങില്ല എന്നുറപ്പ് ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങൾ ഒരു വർഷത്തിലൊരു ധ്യാനമാണെങ്കിൽ അടുത്ത ധ്യാനം വരെ ഈ 365 ദിവസവും കർത്താവെ ബലി മുടക്കില്ല. നിങ്ങൾക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? നിങ്ങൾക്ക് വിശന്നത് കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കാൻ സമയം കണ്ടെത്തി എന്ന് പറയുമോ? ഇല്ല, എനിക്ക് വിശന്നു, ഞാൻ തിന്നു, ഇതേ പറയുള്ളൂ. ഈ വിശപ്പാണ് കുർബാനയെ ചൊല്ലി നിങ്ങൾക്കുണ്ടാവേണ്ടത്. എനിക്ക് ഈശോയെ സ്വീകരിക്കണം, എൻ്റെ കർത്താവിലേക്ക് ഞാൻ ഓടിയെത്തണം. 15 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിക്കകത്തുണ്ടാവണേ. ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഭവനത്തിലെത്തി നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിങ്ങൾ ബലിക്ക് പോകുമ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിലെത്തണേ. കുർബാന തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ബലി അപൂർണമാണ്, ഈശോയെ സ്വീകരിക്കാൻ പാടില്ല. ബലി തിരി കത്തിക്കുന്നതിന് മുമ്പ്, ബലിപീഠത്തിൽ തിരി കത്തിക്കുന്നതിന് മുമ്പ് എത്തുന്ന ബലി മാത്രമേ പൂർണ്ണ കുർബാന ആകുന്നുള്ളൂ. അല്ലാത്ത ഒരു കുർബാനയും പൂർണ്ണമല്ല, അപൂർണമാണ് ആ ബലി. അങ്ങനെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ പാടില്ല, തെറ്റാണ്. അപൂർണമായിട്ടാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചു പോരണം, അടുത്ത ബലിക്ക് പോകണം. സ്വീകരിക്കരുത്, കർത്താവിനെ ക്രൂശിക്കരുത്, വീണ്ടും വീണ്ടും ക്രൂശിക്കരുത്. വീണ്ടും വീണ്ടും ഈശോയെ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. ബലിക്ക് മുൻപ് എത്തി തിരികെത്തിക്കുന്നതിന് മുമ്പ് എത്തിയാൽ മാത്രമേ ആ ബലി നിന്നെ സംബന്ധിച്ച് പൂർണ്ണമാവുകയുള്ളൂ. അല്ലാത്തതൊന്നും പൂർണ്ണമല്ല. ബലി അർപ്പകനായ പുരോഹിതനെതിരെ നീ കൊടി പിടിച്ചിട്ട് നീ ബലിയർപ്പിക്കുന്നെങ്കിൽ ആ ബലി നിന്നെ സംബന്ധിച്ച് അസാധുവാണ്, നിന്നെ സംബന്ധിച്ച് അസാധുവാണ്. അപ്പോൾ ബലിയിൽ നീ കടന്നു ചെല്ലുമ്പോൾ ബലിയിൽ ബലിവസ്തു എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുണ്ടാവണം. ഒരു പുണ്യമെങ്കിലും ആ ബലിവസ്തുവായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനുണ്ടാവണം. ഒരാത്മാവിനെയെങ്കിലും നേടിയത് നിനക്ക് പറയാനുണ്ടാവണം ബലിവസ്തുവായിട്ട്. നിൻ്റെ ഇൻറ്റൻഷൻസ് അല്ല ബലിവസ്തു എന്ന് പറയുന്നത്. നീ നേടിയെടുത്ത ആത്മാക്കളുടെ വിഹിതമാണ് ബലിവസ്തുവായിട്ട്, നീ ചെയ്ത പുണ്യപ്രവൃത്തികളാണ് ബലിവസ്തുവായിട്ട് സമർപ്പിക്കേണ്ടത്. അത് നിൻ്റെ ചിന്ത മാനുഷികമാകരുത്. നിൻ്റെ ചിന്ത എന്ന് പറയുന്നത്, നിൻ്റെ ബലി മാനുഷികമാകരുത്, ദൈവീകമാകണം. ഇതാണ് പത്രോസിനോട് ഈശോ പറഞ്ഞത്. നിന്റെ ബലി മാനുഷികമാണ്, ദൈവീകമല്ല. ബലി മാനുഷികമായാൽ അവിടെ നിനക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടില്ല. ബലി ദൈവീകമാകണം. ബലി ദൈവീകമായാൽ പൈശാചിക സ്വാധീനം വിട്ടുമാറും. ഏറ്റവും വലിയ വിടുതൽ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന. ഏറ്റവും വലിയ സൗഖ്യത്തിൻ്റെ ആരാധനയാണ് പരിശുദ്ധ കുർബാന. നിനക്ക് സ്വർഗം കിട്ടാൻ, സ്വർഗത്തിലേക്കുള്ള നിന്റെ ദൂരം കുറക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു സ്പിരിച്വൽ ട്രാവലാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇതിനെ നിന്ദിക്കല്ലേ, ഇതിനെ നിരസിക്കല്ലേ, ഇത് ഒഴിവാക്കരുത്. ഇത് ഒഴിവാക്കുന്നിടത്ത് ബാക്കി നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പുണ്യങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഒഴിവാക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ ബലിപീഠം വിട്ടു പോകാതെ നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ ബലിപീഠം വിട്ടുപോയി പരിശുദ്ധമ്മ നിങ്ങളെ ആശീർവാദം തരുന്നൊരു സമയമുണ്ട്. അതുവരെ ബലിപീഠത്തിൻ്റെ ചുറ്റും നിന്ന് പോരാനും പാടില്ല. ഇതാണ് പൂർണ്ണമായിട്ടുള്ള ബലി. ബാക്കി ബലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ആർക്കൊന്നും പറയാൻ പറ്റില്ല. ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത്, ബലിപീഠത്തിൽ നിന്ന് വൈദികൻ പുറത്തിറങ്ങാൻ പാടില്ല. വൈദികൻ ബലിപീഠം വിട്ടു പോകാതെ ബലി അർപ്പിക്കാൻ ചെന്ന നമ്മൾ ബലിപീഠം വിട്ടു പോരാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തിന്മയുടെ അരൂപികൾ, തിന്മയുടെ കെട്ടുകളുണ്ടോ? അനുദിനം ബലി സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് ആ ഈശോയുമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ കെട്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അഴിഞ്ഞോളും. കാരണം നിങ്ങളുടെ വീട് ആ സമയം സക്കറാരിയായിട്ട് മാറും. അതിനുശേഷം പരിശുദ്ധമായിട്ടുള്ള നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നിങ്ങൾ ചെല്ലുമ്പോൾ ആ സക്കരാരിയിലായിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്നതാണ് നിങ്ങൾ അനുദിനം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന. ഒരുമിച്ചിരുന്ന് ആരാധിക്കുക. ഒരു ദിവസം ഒരു വ്യക്തിയെങ്കിലും ഒരു ഭവനത്തിൽ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ സക്രാരിയിൽ ഈശോ വസിക്കും. നിങ്ങളുടെ ഭവനമെന്ന് പറയുന്ന സക്രാരിയിൽ ഈശോ വസിക്കും. അന്ന് രാത്രി നിങ്ങൾ ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥനയിൽ ആ സക്രാരിയിൽ വസിക്കുന്ന ദിവ്യനാഥനെയാണ് നിങ്ങൾ അന്ന് കുടുംബ പ്രാർത്ഥന വഴി ആരാധിക്കേണ്ടത്. അപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് കൂട്ടിച്ചേർക്കണം. ആ കാരണം ഒരു കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നിങ്ങൾ അന്ന് സ്വീകരിച്ച പരിശുദ്ധ കുർബാന നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ സമയം നിങ്ങളുടെ ഉള്ളിലല്ല, നിങ്ങളുടെ മുന്നിൽ ആ ഭവനത്തിൽ വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധ കുർബാനയെ ആരാധിച്ച് കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആ കുടുംബ പ്രാർത്ഥന മുഴുവൻ ഈ കുർബാനയെ ആരാധിക്കല.
കാരണം അന്ന് യോഗ്യതയോടെ സ്വീകരിച്ച കുർബാനയാണെങ്കിൽ ആ കുർബാന ആ ഭവനത്തിൽ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കുക. നിൻ്റെ കുരിശ്, നിൻ്റെ കുരിശിന് രണ്ട് രീതിയിൽ, വിശുദ്ധ കുരിശുമുണ്ട്, ഇടതുവശത്തെ കുരിശുമുണ്ട്. നമ്മളെ സംബന്ധിച്ച് എടുക്കുന്ന കുരിശ് ഏതാണോ അതനുസരിച്ച് നിന്നിലേക്ക് അഭിഷേകം കടന്നു വരും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടെ ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെ അടുത്തേക്ക് വിളിച്ചു. ബാക്കി ഇത്രയും നേരം നടന്നതെല്ലാം ശിഷ്യന്മാർ തനിച്ച. കുരിശെടുക്കാൻ സമയമായപ്പോൾ അതിനെപ്പറ്റി കർത്താവ് ഒരു ബോധ്യം കൊടുക്കാനായിട്ടുള്ള തീരുമാനമെടുത്തപ്പോൾ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെ വിളിച്ചു. കുരിശ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കുരിശെടുക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? ഈശോ പറയുന്നു അതും എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുക. കുരിശ് ഒഴിവാക്കി ഈശോയെ അനുഗമിക്കുന്നത് പ്രിയപ്പെട്ട ദൈവജനം ഒരിക്കലും പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾക്ക് പോകാൻ അസുഖമാണോ, പറ്റുന്നില്ലേ, ആ കുർബാന നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതാണ് കുരിശെടുത്തുള്ള അവനെ അനുഗമിക്കൽ. പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലേ എങ്കിൽ ആ ബലി നിങ്ങൾ അർപ്പിക്കണം. അതാണ് കുരിശെടുക്കൽ. പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങൾക്കില്ലേ എങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങൾ ഒഴിവാക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം. അതാണ് കുരിശെടുക്കൽ. കുരിശെടുക്കൽ എന്ന് പറഞ്ഞാൽ അതാ. ഒരു മകന് ഒരു ജോലി കിട്ടിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, കുറച്ച് സ്വീറ്റ്സായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്കിങ്ങനെ സർക്കാർ ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ തല കുമ്പിട്ട് ഞാൻ നിന്നു. ഞാൻ ടൈമിംഗ് ഒന്നും നീ പറഞ്ഞേ. ടൈം പറഞ്ഞപ്പോൾ ഇവന് ഒറ്റൊരു ദിവസം പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കുർബാന മുടക്കിയിട്ടാണോ നിനക്ക് ജോലി? സൺഡേ മാസം കിട്ടും. പക്ഷേ ഈ മകൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന മോനാ. ആ മോനെ ഈ ജോലി കൊടുത്തത് ദൈവമല്ല, പിശാചാ. ഹല്ലേലൂയ. കാരണം ദൈവം കൊടുക്കുന്ന ജോലി ഒരിക്കലും കുർബാന മുടക്കിയുള്ള ജോലി തമ്പുരാൻ കൊടുക്കില്ല. അനുദിനം ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ഈശോ സ്വർഗ്ഗം ഒരുക്കുന്ന ജോലി ഒരിക്കലും കുർബാന മുടങ്ങുന്നതായിരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ കുർബാനയോ നീ എല്ലാ ദിവസവും ബലിക്ക് പോകുന്നതല്ലേ, ഞായറാഴ്ച പോയിക്കോളാം ബ്രദറെ. ഞാൻ പറഞ്ഞു, വേണ്ട, നിന്നോട് ഈശോ പറയുന്നു ജോലിക്ക് പോകണ്ട, നീ ജോലി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അവൻ ഈ ജോലിക്ക് നീ പോകരുത്. സ്വീറ്റ്സുമായിട്ട് വന്നേക്കുന്ന അവൻ കണ്ണീരുമായിട്ട് തിരിച്ചു പോകുന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞു, ഈ ജോലി നീ എടുക്കരുതെന്ന് ഈശോ എന്നോട് പറയുന്നത്, തിരിച്ചു പോകണം, നീ എടുക്കരുതെന്ന് പറഞ്ഞു. അവൻ ആ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ച്, എനിക്കതിലാണ് അവനോട് സ്നേഹം തോന്നിയത്. അക്ഷരം പ്രതി അനുസരിച്ച് ആ ജോലി വേണ്ടാന്ന് വെച്ചോ. ഈ ജോലി വേണ്ടാന്ന് വെച്ച് ഇവൻ വീണ്ടും നിരാശപ്പെട്ടില്ല. ജോലി വേണ്ടാന്ന് വെച്ചാൽ അവൻ സാധാരണ ആസ് യൂഷ്വൽ എങ്ങനെയാണോ ബലിക്ക് വേണ്ടി അവൻ ഇറങ്ങി, സാധാരണ ബലി അർപ്പണം മുടങ്ങാതെ അവൻ തുടങ്ങി. വീണ്ടും അവൻ്റെ ജീവിതം തുടർന്നു. 4-5 മാസം ആയില്ല. അതിനു മുൻപ് അവന് വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്നൊരു ഓഫർ വന്നു. അതിലവൻ പ്രവേശിച്ചപ്പോൾ അവൻ്റെ ടൈം, ജോലിക്ക് പോയി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വീട്ടുകാരോട് കുറച്ച് നേരം ഇരുന്ന് ജോലിയിൽ പ്രവേശിച്ചാൽ മതി. സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് തിരിച്ചെത്താൻ പറ്റും. ഈശോയെ പ്രതി അവന് കിട്ടിയ മഹത്വത്തെ അവൻ വേണ്ടാന്ന് വെച്ചപ്പോൾ ഈശോ അവനെ മഹത്വപ്പെടുത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? ഈശോ അവനെ മഹത്വപ്പെടുത്തിയില്ല. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് വേണ്ടാന്ന് വയ്ക്കുന്നുവോ ഈശോ അതിനേക്കാൾ മികച്ചത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങളെന്ത് വേണ്ടാന്ന് വെച്ചോ, പാപമാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ ഈശോയെ നഷ്ടപ്പെടുത്തുന്നതാണെന്ന് എനിക്കിത് തോന്നി, ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, ഈശോ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെയും മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ 1-2 കൽപ്പനകൾ, 1-6 കൽപ്പനകൾ, ഈ കൽപ്പനകൾ പാലിച്ചാൽ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ള 8 കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾക്ക് ഈസിയാണ്. 1-ാം കൽപ്പനയും 1-ാമത്തേത് 1, 2, 3 കൽപ്പനകളും 6-ാമത്തെ പ്രമാണവും നിങ്ങൾ വൃത്തിയായി പാലിച്ചാൽ ബാക്കിയുള്ള 8 കൽപ്പനകൾ പാലിക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പാലിച്ചില്ലേ ബാക്കിയുള്ള 8 പൊട്ടും, 8 നില പൊട്ടും. അത്രയേ ഉള്ളൂ. കാരണം ഇത് രണ്ടും ശരീരത്തിനുള്ളിൽ തന്നെ ചെയ്യുന്ന പാപങ്ങളാണ്. ശരീരത്തിൽ തന്നെ ചെയ്യുന്ന പാപങ്ങളാണ് 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും. ഒന്ന് ഫിസിക്കലി ആണെങ്കിൽ മറ്റൊന്ന് നമ്മൾ ആരാധിക്കേണ്ടവൻ പുറമേ നിൽക്കുന്ന ഒരു രൂപത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെയാണ്. നമ്മൾക്ക് ഈശോയുടെ പല മുഖങ്ങൾ നമ്മൾ വരച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ച് നമുക്കറിയില്ല, അവൻ്റെ അവസ്ഥയെ നമുക്കറിയില്ല. അവനെ ആരാധിക്കണം,
അവൻ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയെ നീ ആരാധിക്കണം. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അവൻ്റെ അവസ്ഥകളോട് ചേർന്ന് നീ ആരാധിക്കുന്നിടത്ത് അവൻ നിന്നിൽ ജീവനായിട്ട് മാറും. അങ്ങനെ നിന്നിൽ ജീവനായിട്ട് മാറുന്ന നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ നിൻ്റെ ശരീരത്തെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അതല്ലെങ്കിൽ നിൻ്റെ ശരീരം പാപത്തെ അന്വേഷിച്ച് പോകും. നിൻ്റെ ശരീരം പാപത്തെ അന്വേഷിച്ച് പോകുന്നുണ്ടോ? നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ കെട്ടുകിടക്കുകയാണ്. നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ കെട്ടുകിടക്കുന്നത് കൊണ്ടാണ് നീ പാപത്തെ അന്വേഷിച്ച് പോകുന്നതും പാപത്തിൽ താല്പര്യം കാണിക്കുന്നതും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്കാണ്. നിങ്ങൾ എഴുന്നേറ്റ്